മുഖ്തസർ 282 പേജ് 396. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈളാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിൽ മുഅയ്യദി دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضبار الفصاحة والبراءة. وإذا كان التشبيه لمعنى المصدر ولمتعلق معنى الحرف فيقدر التشبيه في نطقة الحال والحال ناطقة بكذا للدلالة بالنطق. അപ്പോൾ പറഞ്ഞു വന്നത് ഫത്തശ്ബീഹു ഫിൽ അവ്വലൈനി ലിമഅനൽ മസ്ദരി വഫി സാലിസി ലിമുതഅല്ലഖി മഅനാഹു എന്നാണ്. ആദ്യത്തെ രണ്ടെണ്ണത്തിലുള്ള തശ്ബീഹ് ഫിഇലിലും ഫിഇലിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെടുന്ന ഒന്നിലും ഉള്ള തശ്ബീഹ് ലിമഅനൽ മസ്ദരി മസ്ദറിന്റെ മഅനയിലേക്ക് തിരിയും. വഫി സാലിസി ലിമുതഅല്ലഖി മഅനാഹു മൂന്നാമത്തതിലുള്ള തശ്ബീഹ് ഹർഫിലുള്ള തശ്ബീഹ് ഹർഫിന്റെ മഅനാന്റെ മുതഅല്ലഖിലേക്കും തിരിയുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വഇദാ കാന തശ്ബീഹു തശ്ബീഹ് ആയാൽ ലിമഅനൽ മസ്ദരി മസ്ദറിന്റെ മഅനയിലേക്ക് തിരിയുന്നതായാൽ, അത് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ അങ്ങനെയാണല്ലോ. വലി മുതഅല്ലഖി മഅനൽ ഹർഫി ഹർഫിന്റെ മഅനാന്റെ മുതഅല്ലിലേക്കും അത് തിരിയുന്നതായാൽ, അതാണ് പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞതാണ്. ഖൗലുഹു വഇദാ കാന തശ്ബീഹു ലിമഅനൽ മസ്ദരി ഐ വഇദാ കാന തശ്ബീഹു ഫിൽ അവ്വലൈനി. അവ്വലൈനി എന്ന് പറഞ്ഞാൽ ഫീലിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെടുന്ന ഒന്നിലും അതിലുള്ള തശ്ബീഹ് മുൻസരിഫൻ ലിമഅനൽ മസ്ദരി വഫി സാലിസി മുൻസരിഫൻ ലിമഅനൽ ഹർഫി ഹർഫിന്റെ മഅനയിലേക്കും തിരിയുന്നതായാൽ ഫയുഖദ്ദറു അപ്പോൾ തഖ്ദീർ ചെയ്യപ്പെടും അത്തശ്ബീഹു തശ്ബീഹിനെ. അപ്പോൾ വഇദാ കാന തശ്ബീഹു എന്ന് ശാരിഹ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം ഫയുഖദ്ദറു എന്നതിലെ ഫാ ഒരു മുഖദ്ദറായ ഷർത്തിന്റെ ജവാബിൽ വന്നതാണ്. ആ ഷർത്താണ് ഇവിടെ ശാരിഹ് സങ്കല്പിച്ചത്. വഇദാ കാന തശ്ബീഹു തശ്ബീഹ് ലിമഅനൽ മസ്ദരി ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഫീലിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെട്ട ഒന്നിലും അത് രണ്ടിലും മസ്ദറിന്റെ മഅനയിലേക്ക് തിരിയുന്നതായാൽ വലിയ മുതഅല്ലഖി മഅനൽ ഹർഫി ഹർഫിന്റെ മഅനാന മുതഅല്ലഖിലേക്കും തിരിയുന്നതായാൽ ഫയുഖദ്ദറു തശ്ബീഹു അപ്പോൾ തശ്ബീഹിനെ സങ്കല്പിക്കപ്പെടും ഫീ നതഖത്തിൽ ഹാലു നതഖത്തിൽ ഹാലു എന്നതിൽ ഉള്ള തശ്ബീഹ്. അവിടെ എന്താണ്? ഹാല് മൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹാല് അറിയിച്ചു എന്നാണ്. ദല്ലത്തിൽ ഹാലു എന്നാണ് എന്ന മഅനാക്കാണ് നതഖത്തിൽ ഹാലൂനെ ഉപയോഗിച്ചത്. വൽഹാലു നാത്തിഖത്തുൻ ഹാല് നാത്തിഖത്താണ്, മൊഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏത് മഅനാക്കാണ്? വൽഹാലു ദാലത്തുൻ അറിയിക്കുന്നതാണ്. അപ്പോ ദാലത്ത് എന്നതിൻ്റെ മഅനയാണ് ഇവിടെ നാത്തിഖത്തിന്. അപ്പോൾ ഒന്ന് ഫീലും ഒന്ന് മുസ്തഖുമാണ്. നാത്തിഖത്ത് മുസ്തഖാണ്, നതഖത്ത് ഫീലാണ്. ഈ രണ്ട് ഉദാഹരണത്തിലുള്ള തശ്ബീഹിനെ സങ്കല്പിക്കപ്പെടും വൽഹാലു നാത്തിഖത്തും ബികദ ഇന്നാലിന്നതുകൊണ്ട് അറിയിക്കുന്നതാണ്. ലിദ്ദലാലത്തി ബിൻ നുത്ഖി ഇത് രണ്ടിലും ദലാലത്തിന് നുത്ഖിനോട് തശ്ബീഹാക്കലിനെ സങ്കല്പിക്കപ്പെടും. കാരണം നതഖത്ത് എന്നതിന്റെ മസ്ദർ നുത്ഖാണ്. അപ്പോ ആ നുത്ഖിനോട് ദലാലത്തിനെ തശ്ബീഹാക്കുക. നതഖത്തിന്റെ മഅന ദല്ലത്താണല്ലോ.
അപ്പൊ ദലാലത്തിന് നുത്തുക്കിനോട് തശ്ബീഹാക്കലിനെ സങ്കല്പിക്കപ്പെടും. അപ്പോൾ ഒരു തഖ്ദീരിയായ തശ്ബീഹ് ആദ്യം നടക്കും. ആ തശ്ബീഹ് എന്നിട്ട് ദലാലത്തിന് വേണ്ടി നുത്തുക്കിനെ ഇസ്തിആറത്ത് ചെയ്യും. ആ ഇസ്തിആറത്താണ് അസ്ലിയായ ഇസ്തിആറത്താണ്. അവിടെ ദലാലത്തിനെ നുത്തുക്കിനോട് തശ്ബീഹാക്കിയിട്ട് ദലാലത്തിന് വേണ്ടി ആരെ ഇസ്തിആറത്ത് ചെയ്യും? നുത്തുക്കിനെ. അത് അസ്ലിയായ ഇസ്തിആറത്താണ്. ഐ യുജ്അലു ദലാലത്തുൽ ഹാലി, ഹാലിന്റെ ദലാലത്തിന് ആക്കപ്പെടും മുശബ്ബഹൻ, മുശബ്ബഹാക്കപ്പെടും. അപ്പൊ ദലാലത്തുൽ ഹാല് മുശബ്ബഹാണ് രണ്ട് സ്ഥലത്തും. ദലാലത്തുൽ ഹാലിനെ ആണല്ലോ തശ്ബീഹാക്കുന്നത് നാത്തിക്കന്റെ നുത്തുക്കിനോട്. ഓ നുത്തുക്കൻ നാത്തിക്ക്, നാത്തിക്കന്റെ നുത്തുക്കിനെ ആക്കപ്പെടും മുശബ്ബഹൻ ബിഹിയും ആക്കപ്പെടും. അപ്പൊ മുശബ്ബഹ് ദലാലത്തുൽ ഹാല്, മുശബ്ബഹ് ബിഹിയോ നുത്തുക്ക്. തശ്ബീഹാക്കുമ്പോൾ വജുഹു ശബഹ് വേണം. വജുഹു ശബഹി അല്ലേ, വജുഹു ശബഹാകുന്നത് ഈലാഹുൽ മഅന, മഅനയെ വെളിവാക്കലാണ്. നുത്തുക്കിലും മഅന വെളിവാക്കലുണ്ട്, ദലാലത്തിലും മഅന വെളിവാക്കലുണ്ട്. ഓ ഈസാലുഹു ഇല ദിഹിനി, ആ മഅനയെ ദിഹിനിലേക്ക് ചേർക്കലുമാണ്. അത് നുത്തുക്കിലും ഉണ്ട് ദലാലത്തിലുമുണ്ട്. എന്നിട്ട് സുമ്മ യുസ്തആറു ലിദ്ദലാലത്തി, അപ്പോൾ ഒരു കുല്ലിയായ നുത്തുക്കിനോട് ഒരു കുല്ലിയായ ദലാലത്തിനെ തശ്ബീഹാക്കി. സുമ്മ യുസ്തആറു ലിദ്ദലാലത്തി, പിന്നെ ദലാലത്തിന് വേണ്ടി ഇസ്തിആറത്ത് ചെയ്യപ്പെടും. ദലാലത്ത് മുസ്തആറു ലഹു ആയി. ലഫ്ളൻ നുത്തുക്ക്, നുത്തുക്കെന്ന ലഫ്ളിനെ അപ്പൊ ഇസ്തിആറത്ത് അവർ ജുസ്ഇയായ നുത്തുക്കെന്ന ലഫ്ളിനെ ജുസ്ഇയായ ഒരു ദലാലത്തിന് വേണ്ടി ഇസ്തിആർ ചെയ്യപ്പെടും. സുമ്മ യുസ്തഖു മിനൽ നുത്തുക്കി, പിന്നെ നുത്തുക്കിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെടും കേട്ടോ, നുത്തുക്കെന്ന ലഫ്ളിനെ. അപ്പോ ഈ നുത്തുക്ക് മുസ്തആറായി. നുത്തുക്കെന്ന ലഫ്ള് അതിന്റെ മഅന മുസ്തആറു മിൻഹു ആകും. നുത്തുക്കെന്ന ലഫ്ള് മുസ്തആറും, നുത്തുക്കിന്റെ മഅന മുസ്തആറു മിൻഹു, ദലാലത്ത് മുസ്തആറു ലഹു. മനസ്സിലായില്ലേ? നുത്തുക്കെന്ന ലഫ്ള് മുസ്തആറ്, ആ നുത്തുക്കിന്റെ മഅന മുസ്തആറു മിൻഹു, ദലാലത്ത് മുസ്തആറ്, മുസ്തആറു ലഹു. മുസ്തആറു ലഹു ആയ ദലാലത്തിന് വേണ്ടി നുത്തുക്കെന്ന ലഫ്ളിനെ വായ്പ വാങ്ങപ്പെടും. നുത്തുക്കിന്റെ മഅനയാണ് മുസ്തആറു മിൻഹു. സുമ്മ യുസ്തഖു മിനൽ നുത്തുക്കിൽ മുസ്തആരി, മുസ്തആറായ നുത്തുക്കിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെടും. അൽ ഫിഇലു ഫിഇലിനെ, അവൻ നത്തഖത്ത്, വസ്സിഫത്തു സിഫത്തിനെയും നാത്തിഖത്ത്. അപ്പൊ ദല്ലത്ത്, അതുപോലെ ദലാലത്തിൽ നിന്ന് ദല്ലത്തിനെയും ഇസ്തിഖാഖ് ചെയ്യപ്പെടും. ഫീലുള്ളോടത്ത് വസുഫായോടത്ത് ദാലത്തിനെയും ദലാലത്തിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെടും എന്നവിടെ മനസ്സിലാക്കണം. ഫതകൂനുൽ ഇസ്തിആറത്തു ഫിൽ മസ്തരി, അപ്പൊ മസ്തറിൽ ഉള്ള ഇസ്തിആറത്ത് ആകും അസ്ലിയത്തൻ ആകും. വഫിൽ ഫീലി വസിഫത്തി തബഇയ്യത്തൻ ആകും. അപ്പൊ ആദ്യം ദലാലത്തിനെ നുത്തുക്കിനോട് തശ്ബീഹാക്കി. വജുഹു ശബഹ് എന്താണ്? ഈലാഹുൽ മഅന വ ഈസാലുഹു ഫിൽ ദിഹ്നിയാണ്. തശ്ബീഹാക്കിയിട്ട് നുത്തുക്കെന്ന ലഫ്ളിനെ ഇസ്തിആറത്ത് ചെയ്യപ്പെടുന്നു ദലാലത്തിന് വേണ്ടി. അപ്പൊ ദലാലത്ത് മുസ്തആറ് ലഹു ആയി. നുത്തുക്കെന്ന ലഫ്ള് മുസ്തആറായി, നുത്തുക്കിന്റെ മഅന മുസ്തആറ് മിൻഹു ആയി. എന്നിട്ട്
നുത്തുക്കിൽ നിന്ന് ഫീലിനെ ഇസ്തിഖാക്ക് ചെയ്തിട്ട് നത്തക്കത്തിൽ ഹാലു എന്ന് പറഞ്ഞു. അതുപോലെ വസ്ഫിനെ സിഫത്തിനെ ഇസ്തിഖാക്ക് ചെയ്തിട്ട് വൽഹാലു നാത്തിക്കത്തും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? ഫതകൂനുൽ ഇസ്തിആറത്തു ഫിൽ മസ്ദരി അസ്ലിയത്തൻ ആകും, വഫിൽ ഫീലി വസിഫത്തി തബഇയ്യത്തൻ ആകും. ഇനി വഇൻ നുത്ലിക്കൻ നുത്തുക്കു, നുത്തുക്കിനെ പറഞ്ഞു അല ദലാലത്തി, ദലാലത്തിന്റെ മേൽ, അതായത് ദലാലത്തിന് വേണ്ടി നുത്തുക്കിനെ പറഞ്ഞു. ലാബിത്തിബാരി തശ്ബീഹി, അവിടെ തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ടിട്ടല്ല. ദലാലത്തിനെ നുത്തുക്കിനോട് ഈലാഹുൽ മാന എന്ന വജുഹു ശബഹിൽ തശ്ബീഹാക്കി അങ്ങനെയല്ല. ബൽ ബിഇത്തിബാരി അന്നദ്ദലാലത്ത ലാസിമത്തുല്ലഹു, ദലാലത്തു നുത്തുക്കിലേക്ക് ലാസിമാണ് എന്ന ഇത്തിബാർ അടിസ്ഥാനത്തിൽ ദലാലത്തിന്റെ മേൽ നുത്തുക്കിനെ പറഞ്ഞു. ഇത് നുത്തുക്കിനക്ക് ദലാലത്ത് ലാസിമാണ്. അപ്പൊ മൽസൂമിന്റെ സ്ഥാനത്ത് നുത്തുക്ക് എന്തായി? മൽസൂമായി. അപ്പൊ മൽസൂമിന്റെ നുത്തുക്ക് മൽസൂമായി, ദലാലത്ത് എന്തായി? ലാസിമായി. ദലാലത്ത് നുത്തുക്കിന് ലാസിമാണ്. എന്നിട്ട് ലാസിമിന്റെ സ്ഥാനത്ത് എന്തിനെ പറഞ്ഞു? മൽസൂമിനെ പറഞ്ഞു. ദലാലത്ത് ലാസിമാണല്ലോ, നുത്തുക്ക് മൽസൂമാണ്, നുത്തുക്കിനക്ക് ലാസിമാണ് ദലാലത്ത്. അപ്പൊ ദലാലത്ത് ലാസിമാണ്. ഈ ലാസിമിന്റെ സ്ഥാനത്ത് മൽസൂമിനെ ഉപയോഗിച്ചു. ആ എത്തിബാർ അടിസ്ഥാനത്തിൽ ദലാലത്തിന്റെ മേൽ നുത്തുക്കിനെ പറഞ്ഞാൽ യക്കൂനു, അപ്പോൾ യക്കൂനു മജാസൻ മുർസലൻ, ആ ഇത്ലാഖ് മജാസ് മുർസലാകും. അപ്പോ ഒരു ഇത്ലാഖ് തന്നെ നത്തക്കത്തിൽ ഹാലു വൽഹാലു നാത്തിക്കത്തുൻ, അത് ഇസ്തിആറത്ത് തബഇയ്യത്തും ആക്കാം, മജാസ് മുർസലും ആക്കാവുന്നതാണ്. രണ്ട് ഇത്തിബാറാണെന്ന് മാത്രം. വഖദ് അറഫ്ത, തീർച്ചയായിട്ടും നീ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നഹു കാര്യം, ലംതിനാഅ ഫീ അൻ യകൂന ലഫ്ദുൽ വാഹിദു, ഒരു ലഫ്ദ് ആകുന്നതിൽ തടസ്സം ഇല്ല. ബിന്നിസ്ബത്തി ഇലൽ മഅനൽ വാഹിദി, ഒരു മഅനയിലേക്ക് ചേർത്തി നോക്കിയിട്ട് തന്നെ ഇസ്തിആറത്താകുന്നതിലും തടസ്സമില്ല. ഓ മജാസൻ മുർസലൻ, മജാസ് മുർസലാകുന്നതിലും തടസ്സമില്ല. മഅന ഒന്ന് തന്നെയാണ്. അപ്പൊ നത്തക്കത്തിൽ ഹാലു, ഹാൽ അറിയിച്ചു എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഹാല് മൊഴിഞ്ഞു വന്നല്ല, ദല്ലത്തിന്റെ സ്ഥാനത്താണ് നത്തക്കത്ത് എന്ന് പറഞ്ഞത്. അതുപോലെ വൽഹാലു ദാലത്തുൽ എന്നതിന്റെ സ്ഥാനത്താണ് വൽഹാലു നാത്തിക്കത്തുൽ എന്ന് പറഞ്ഞത്. ഈ മഅന, ഈ ഒരു മഅനയിലേക്ക് നോക്കിയിട്ട് തന്നെ നത്തക്കത്തിൽ ഹാലു എന്നുള്ളത് ഇസ്തിആറത്ത് തബഇയ്യത്തും ആവാം, മജാസ് മുർസലും ആവാം. വൽഹാലു നാത്തിക്കത്തു എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെ. അത് ബേറ്റിബാറിൽ അലാക്കത്തൈനി, രണ്ട് അലാക്കത്തിനെ ഏറ്റിബാർ ചെയ്തുകൊണ്ടിട്ടാണ്. ഇനി ഓ യുക്കദ്ദറു തശ്ബീഹു, തശ്ബീഹിനെ സങ്കല്പിക്കപ്പെടും ഫീ ലാമി തഅലീലി, തഅലീലിന്റെ ലാമില്. അത് തഅലീലിന്റെ ലാം ഏതുപോലെ? നഹ്വു ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖൗല് പോലെ, ഫൽതഖത്തുഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസന എന്ന ആയത്ത്. അത് ഖസസ് സൂറത്തിലെ 8-ാമത്തെ ആയത്താണ്. ഫൽതഖത്തുഹു ആലു ഫിർഔന, മൂസാ നബിയെ ഫിർഔനിന്റെ ആളുകൾ നദിയിൽ നിന്ന് കണ്ടെടുത്തു. ലിയകൂന ലഹും അദുവൻ വഹസന, മൂസാ നബി അവരുടെ ശത്രുവും ദുഃഖഹേതുവും ആയിരിക്കാൻ വേണ്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തഅലീലിന്റെ ലാമാണ് എന്നാണ്. അത് ബസറാക്കാര അഭിപ്രായ പ്രകാരമാണ് തഅലീലിന്റെ ലാം എന്ന് പറയുന്നത്. അതേ സമയത്ത് അത് സൈറൂറത്തിന്റെ ലാമാണ്. അതുപോലെ തന്നെ
ലാമുൽ ആക്കിബത്താണ് എന്ന അഭിപ്രായ പ്രകാരം ഇവിടെ ഇസ്തിആറത്തെ ഇല്ല. ലിയക്കൂന ലഹും എന്നതിലുള്ള ലാമ് സൈറൂറത്തിന്റെ ലാമാണ് എന്ന അഭിപ്രായം ഉണ്ട്. അത് ബസറാക്കാർ അത് സമ്മതിക്കുന്നില്ല. പിന്നെ ഈ ബൈത്തുണ്ടല്ലോ, വല്ലാമുലിൽ മിൽക്കി വശിബിഹി വഫി തഅദീയത്തിൻ അയ്ലൻ വതഅലീലിൻ ഖുഫി എന്ന് പറഞ്ഞോടത്ത് തഅലീലിനും ലാമു വരും എന്ന് പറഞ്ഞോടത്ത് ലാമിന്റെ മഅന 21 മഅന ഒരു സബ്ബാനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 12ാമതായിട്ട് പറഞ്ഞ മഅന അസ്സൈറൂറത്തു എന്നാണ്. അങ്ങനെ ആയി വന്നു. മൂസാ നബിയെ അവര് കണ്ടെടുത്തു. മൂസാ നബി ശത്രുവും ദുഃഖ ഏതുവും ആവാൻ വേണ്ടി ആ ഇൽത്തിക്കാത്തിന്റെ ശേഷം അങ്ങനെ ആയി വന്നു. അപ്പൊ ലാമിന് സൈറൂറത്തിന്റെ ലാമ് ആക്കിബത്തിന്റെ ലാമ് എന്ന അഭിപ്രായ പ്രകാരം ഈ ആയത്തിൽ ഈ ലിയക്കൂന എന്ന് പറഞ്ഞ ലാമിൽ ഇസ്തിആറത്തില്ല. അത് തഅലീലിന്റെ ലാമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. അവിടെ സബ്ബാനിൽ കാണാം അസാനി അഷറ സൈറൂറത്തു 2-ാം ജുസ് 788-ാം പേജിൽ സബ്ബാൻ ഈ ബൈത്തിന്റെ തഹത്തിലായിട്ട്. ഏത് ബൈത്തിന്റെ? വല്ലാമുലിൽ മിൽക്കി വശിബിഹി വഫി തഅദീയത്തിൻ അയ്ലൻ വതഅലീലിൻ ഖുഫി എന്ന് പറഞ്ഞോടത്ത് എത്ര മഅനയാണ് പറഞ്ഞത്? ലാമിന് അവിടെ 21 മഅന പറഞ്ഞിട്ടുണ്ട്. അതിന് 12ാമതായിട്ട് എണ്ണിയത് അസ്സൈറൂറത്താണ്. അവിടെ ശറഹിൽ കാണാം ഖൗലുഹു അസ്സൈറൂറത്തു അൻകറഹൽ ബസരിയൂന. ബസറാക്കാര് സൈറൂറത്തിന്റെ ലാമിനെ ഇൻകാർ ചെയ്തിട്ടുണ്ട്. വജഅലുൽ ലാമ ഫീ മിസാലിഹ. ആ സൈറൂറത്തിന്റെ ലാമിന്റെ മിസാലിലുള്ള ലാമിനെ അവർ ആക്കി ലിത്തഅലീലിൽ മജാസിയി. മജാസിയായ തഅലീലിനാക്കി, ഹഖീഖിയായ തഅലീലല്ല. അപ്പോഴാണ് ഇസ്തിആറത്തുള്ളത്. അപ്പോൾ സൈറൂറത്തിന്റെ ലാമിന് മിസാല് കൊണ്ടുവന്ന ഒരു ഉദാഹരണമാണ് ഏത്? ബസറക്കാരല്ലാത്തവര് ഫൽതഖത്തുഹു ആലി ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസനൻ എന്ന ആയത്ത് സൈറൂറത്തിന്റെ ലാമ് ആഖിബത്തിന്റെ ലാമിന് ഉദാഹരണം കൊണ്ടുവന്നതാണ്. ഈ ലാമിനെ അൻകറഹൽ ബസരിയൂന വജഅലുൽ ലാമ ഫീ മിസാലിഹാ ലിത്തഅലീലിൽ മജാസിയി. കണ്ടോ? ഹൈസു സുബ്ബിഹ തശ്ബീഹാക്കപ്പെട്ടതിന് വേണ്ടി തറത്തുബൽ അദാവത്തി വൽ ഹസനി. അദാവത്തും ഹസനും തുടർന്ന് വന്നതിനെ, ഇൽത്തിക്കാത്തിന് ശേഷം സംഭവിച്ചതെന്താണ്? അദാവത്തും ഹസനും ആണല്ലോ. മൂസാ നബി അവരുടെ ശത്രുവായി, അവർക്കൊരു ദുഃഖഹേതുവുമായി. ആ തറത്തുബുൽ അദാവത്ത് വൽ ഹസന് തുടർന്ന് വന്നു. അതെന്താ തുടർന്ന് വന്നതിന്? കൗനിഹി നത്തീജത്തെ ഇൽത്തിക്കാത്തിഹി. അവര് കണ്ടെടുത്തതിന്റെ ഫലം അതായിരുന്നു. എന്തിനോട് തശ്ബീഹാക്കി? ബി തറത്തുബിൽ മഹബ്ബത്തി വത്തബന്നി. മഹബ്ബത്ത്, ദത്തെടുക്കൽ, അത് തുടർന്ന് പറയലിനോട്. കാരണം അവരുടെ ആവശ്യം എന്തായിരുന്നു? മൂസാ നബിയോടുള്ള മഹബ്ബത്തും മൂസാ നബിയെ ഒരു ദത്തുപുത്രനാക്കി വളർത്തലും ആയിരുന്നു. അപ്പോ ഇൽത്തിക്കാത്തിനോട് തുടർന്ന് വന്ന ഒരു കാര്യമാണ്, തുടർന്ന് വരുന്നൊരു കാര്യമാണ് മഹബ്ബത്തും തബന്നി. ആ തറത്തുബുൽ മഹബ്ബത്ത് വ തബന്നിയോട് അദാവത്ത് ഹസന് തുടർന്ന് വരലിനെ തശ്ബീഹാക്കി. എന്നിട്ട് വസ്തുഇറത്തു ലഹു ലാമു. അദാവത്ത് ഹസനിന് വേണ്ടി ലാമിനെ ഇസ്തിആറത്ത് ചെയ്തു. അപ്പൊ ലാമ് മഹബ്ബത്ത് തബന്നി തുടർന്ന് വരലിക്ക് വെക്കപ്പെട്ടതാണ്. അതായത് തഅലീലിന് വെക്കപ്പെട്ടതാണ്. ആ ലാമിനെ അദാവത്ത് ഹസന്, അത് മുശബ്ബഹാണല്ലോ, ആ മുശബ്ബഹിന് ഇസ്തിആറത്ത് നടത്തി. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ ഉദാഹരണം ബസറാക്കാരുടെ കൗലനുസരിച്ചാണ് ഇവിടെ ഇസ്തിആറത്ത് ഉള്ളത്.
പറയട്ടെ. വയുക്കദ്ദറു തശ്ബീഹു ഫിൽ അബി തഅലീലി, തഅലീലിന്റെ നാമിൽ തശ്ബീഹിനെ സങ്കൽപ്പിക്കപ്പെടും. നഹ്വു ഖൗലി തആല, അല്ലാഹു തആലാന്റെ ഖൗല് പോലെ, ഫൽതഖതഹു, മൂസാ നബിയെ കണ്ടെടുത്തു. ഫിർഔനിന്റെ ആളുകൾ, ലിയകൂന, മൂസാ നബി ആവാൻ വേണ്ടി, ലഹും അവർക്ക്, അദുവൻ വഹസന, ശത്രുവും ദുഃഖഹേതുവും ആയിരിക്കാൻ വേണ്ടീന. ഇവിടെയുള്ള തഅലീലിന്റെ ലാമുണ്ടല്ലോ, ലിയകൂന എന്ന് പറഞ്ഞാൽ ലി, അവിടെ തശ്ബീഹിനെ സങ്കല്പിക്കപ്പെടും. ലിൽ അദാവത്തി, അദാവത്തിനെ തശ്ബീഹാക്കലിനെ സങ്കല്പിക്കപ്പെടും. യുഖദ്ദറു തശ്ബീഹുൽ അദാവത്തി, അദാവത്തിനെ തശ്ബീഹാക്കലിനെ സങ്കല്പിക്കപ്പെടും. വൽ ഹസനി, ഹസനിനെയും. എങ്ങനെയുള്ള അദാവത്തും ഹസനുമാണ്? അൽ ഹാസിലൈനി, അത് രണ്ടും ഹാസിലായതാണ്. ബഅദൽ ഇൽതിഖാത്തി, കണ്ടെടുത്തതിന്റെ ശേഷം ഉണ്ടായത് അദാവത്തും ഹസനുമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇൽതിഖാത്തിന്റെ ശേഷം ഹാസിലായ അദാവത്ത് ഹസനിനെ തശ്ബീഹാക്കലിനെ സങ്കല്പിക്കപ്പെടും. ബി ഇല്ലത്തിഹി, ആ ഇൽതിഖാത്തിന്റെ ഇല്ലത്തിനോട് തശ്ബീഹാക്കുക. ഐ ഇല്ലത്തിൽ ഇൽതിഖാത്തിൽ ഗായിയത്തി, ഇൽതിഖാത്തിന്റെ ഗായിയായ ഇല്ലത്തിനോട്. ഇല്ലത്ത് ഗായിയ, ഇല്ലത്ത് ഫായിലിയ, ഇല്ലത്ത് സുവരിയ, ഇല്ലത്ത് മാദിയ, 4 ഇല്ലത്താണല്ലോ ഉള്ളത്. അപ്പൊ ഇല്ലത്ത് ഗായിയത്തിനോട് 4 ഇല്ലത്താണുള്ളത്. ഇല്ലത്ത് ഗായിയ, ഇല്ലത്ത് ഫായിലിയ, ഇല്ലത്ത് മാദിയ, ഇല്ലത്ത് സുവരിയ. ഇല്ലത്ത് ഗായിയത്തിനോട് തശ്ബീഹാക്കലിനെ സങ്കല്പിക്കപ്പെടും. ഇപ്പൊ എന്താ പറഞ്ഞത്? അപ്പോ അദാവത്ത് ഹസന്, അതാണ് ഇൽതിഖാത്തിന്റെ ശേഷം ഉണ്ടായത്. അതിനെ എന്തിനോട് തശ്ബീഹാക്കി? ആ ഇൽതിഖാത്തിന്റെ ഇല്ലത്ത് ഗായിയത്തിനോട് തശ്ബീഹാക്കി. ഇൽതിഖാത്ത് ചെയ്തതെന്തിനാണ്? ഇല്ലത്ത് അത് മഹബത്തും തബന്നിയുമാണ്. ആ ഇല്ലത്ത്, ആ ഇൽതിഖാത്തിന്റെ ഇല്ലത്ത് ഗായിയ ഏതുപോലെ? കൽ മഹബത്തി, മഹബത്ത് പോലെ, വത്തബന്നി, പുത്രനായി ദത്തെടുക്കൽ പോലെ. എന്ത് വിഷയത്തിലാണ് ആ തശ്ബീഹാക്കിയത്? ഫി തറത്തുബി അലൽ ഇൽതിഖാത്തി, ഇൽതിഖാത്തിന്റെ മേൽ, അതായത് കണ്ടെടുക്കൽ, കുട്ടിയെ കണ്ടെടുത്തു, അവിടുന്ന് പൊറുക്കിയെടുത്തു, ആ ഇൽതിഖാത്തിന്റെ മേൽ തുടർന്ന് വരുന്ന വിഷയത്തിൽ. മുശബ്ബഹു ബിഹിയും എന്താണ്? ഇൽതിഖാത്തിന്റെ ശേഷം ഉണ്ടാകുന്നതാണ്. മുശബ്ബഹു ബിഹി ഇല്ലത്ത് ഗായിയത്താണല്ലോ, അത് ഇൽതിഖാത്തിന്റെ ശേഷം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അദാവത്തും ഹസനോ, അതും ഇൽതിഖാത്തിന്റെ ശേഷം തുടർന്ന് വരുന്നതാണ്. അപ്പൊ രണ്ടും ഇൽതിഖാത്തിന്റെ മേൽ തുടർന്ന് വരുന്നതിൽ, അതാണ് വജുഹു ശബഹ്. അത്തറത്തുബ് അലൽ ഇൽതിഖാത്തിയാണ് വജുഹു ശബഹ്. ആ തറത്തുബിൽ ഇൽതിഖാത്തിന്റെ ഇല്ലത്ത് ഗായിയത്തായ മഹബത്ത് തബന്നിയോട് ഇൽതിഖാത്തിന്റെ ശേഷം ലഭ്യമായ അദാവത്ത് ഹസനിനെ തശ്ബീഹാക്കി എന്ന് സങ്കല്പിക്കണം. പിന്നെ വല്ലുസൂലി ബഅദഹു, അത് തഫ്സീറാണ്. ഫിത്തറത്തുബി അലൽ ഇൽതിഖാത്ത് വല്ലുസൂലി ബഅദഹു, ഇൽതിഖാത്തിന്റെ ശേഷം ഹാസിലാകുന്ന വിഷയത്തിലും. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മസ്തുഇമില ഫിൽ അദാവത്തി വൽ ഹസനി, അദാവത്ത് ഹസനിന് വേണ്ടി ഇസ്തിആറത്ത് ഉപയോഗിക്കപ്പെട്ടു. അപ്പോ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഒരു തശ്ബീഹാക്കിയിട്ട് ഇസ്തിആറത്ത് നടത്തണം. ഇവിടെ അദാവത്ത് ഹസനിനെ തശ്ബീഹാക്കി എന്തിനോട്? ഇൽതിഖാത്തിന്റെ ശേഷം ഉണ്ടായ അദാവത്ത് ഹസനിനെ തശ്ബീഹാക്കിയല്ലോ. എന്തിനോട് തശ്ബീഹാക്കി? ഇൽതിഖാത്തിന്റെ ഇല്ലത്ത് ഗായിയത്തായ മഹബത്ത് തബന്നിയോട് തശ്ബീഹാക്കി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? അവിടെ ഈ ഇല്ലത്ത് ഗായിയത്തായ മഹബത്ത് തബന്നിയെ
ഇസ്തിആറത്ത് ചെയ്യണം. എന്തിനു വേണ്ടി? അദാവത്ത് ഹസനിന് വേണ്ടി ഒരു ഇസ്തിആറത്ത് നടത്തണം. അതാണ് അസ്ലിയായ ഇസ്തിആറത്ത്. അങ്ങനെ നടത്തിയിട്ട് തശ്ബീഹാക്കിയതിന് ശേഷം ഇസ്തിആറത്ത് നടത്തണം. എന്നിട്ട് സുമ്മസ്തുഅ്മില, അപ്പോൾ അദാവത്ത് ഹസന് മുശബ്ബഹാണ്. പിന്നെ മഹബത്ത് തബന്നി മുശബ്ബഹ് ബിഹിയാണ്. മഹബത്ത് തബന്നിയാണ് ഇൽത്തിക്കാത്തിന്റെ ഇല്ലത്ത് വായിയ, അതിനോടാണ് തശ്ബീഹാക്കിയത്. അപ്പൊ മഹബത്ത് തബന്നി മുശബ്ബഹ് ബിഹിയും ആ ഇൽത്തിക്കാത്തിന്റെ ശേഷം ലഭ്യമായ ഹസന്, അതുപോലെ അദാവത്ത് ഹസന് അത് മുശബ്ബഹും. എന്നിട്ട് ഈ മുശബ്ബഹിന്റെ സ്ഥാനത്ത് ഏതിനെ ഇസ്തിആറത്ത് നടത്തണം? മുശബ്ബഹായ അദാവത്ത് ഹസനിന് വേണ്ടി മഹബത്ത് തബന്നിയെ ഇസ്തിആറത്ത് നടത്തണം. അതവിടെ സങ്കല്പിച്ചു കൊടുക്കണം. സുമ്മസ്തുഅ്മില ഫിൽ അദാവത്തി വൽ ഹസനി, എന്നിട്ട് അദാവത്ത് ഹസന്, അതാണല്ലോ തറത്തുബായി വന്നത്. ആ അദാവത്ത് ഹസനിന് വേണ്ടി ഇസ്തിഇമാല് ചെയ്തു മാ ഒരു ഹർഫിനെ, അതായത് ഇവിടെ ലാമിനെ. കാന ഹഖുഹു, ആ ലാമിന്റെ ഹക്കെന്താണ്? അയുസ്തമല ഫിൽ ഇല്ലത്തിൽ വായിയത്തി, ഇല്ലത്ത് വായിയത്തിൽ ഇസ്തിമാല് ചെയ്യപ്പെടലാണ്. അതായത് തഅ്ലീലിന്റെ ലാമ്. വല്ലാമുൽ ഇൽമിൽകി വശിബിഹി വഫി തഅ്ദീയത്തിൻ അയ്ലം വതഅ്ലീലിൻ കുഫി. തഅ്ലീലിന്റെ ലാമ് ഇല്ലത്ത് വായിയ, ഇല്ലത്ത് ഫായിലിയ, ഇല്ലത്ത് മാദിയ, ഇല്ലത്ത് സുവരിയ, അതിനെല്ലാം വരും. അപ്പൊ ഇല്ലത്ത് വായിയയിൽ ഇസ്തിമാല് ചെയ്യപ്പെടലാണ് അതിന്റെ ഹക്ക്. ഈ ലാമിന്റെ ഹക്ക്, തഅ്ലീലിന്റെ ലാമിന്റെ ഹക്ക്. ഈ ഉദാഹരണത്തിൽ ഫതകൂനുൽ ഇസ്തിആറത്തു ഫീഹ, അപ്പൊ ലാമിലുള്ള ഇസ്തിആറത്താവും തബഅൻ ലിൽ ഇസ്തിആറത്തി ഫിൽ മജ്റൂരി. മജ്റൂറിലുള്ള ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ മജ്റൂർ ഇവിടെ ഏതാണ്? ലിയകൂന ലഹും അദുവൻ വഹസനാന, അത് മുശബ്ബഹാണത്. അത് മജ്റൂർ, അർഫിന്റെ മജ്റൂർ പോലെ എന്ന് നേരത്തെ മുസന്നിഫ് പറഞ്ഞല്ലോ. അർഫിന്റെ മാനാന മുത്താലക്ക് മജ്റൂറാണെന്ന് മുസന്നിഫ് പറഞ്ഞത് അതനുസരിച്ചാ പറയുന്നത്. തബഅൻ ലിൽ ഇസ്തിആറത്തി ഫിൽ മജ്റൂരി, മജ്റൂറിന് വേണ്ടിയുള്ള ഇസ്തിആറത്തിനോട് താബിയാവും. മജ്റൂറിലുള്ള ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ മജ്റൂർ ഇവിടെ ഏതാണ്? മുശബ്ബഹാണ്. മുശബ്ബഹ് മുസ്തആറ് ലഹു ആനാവുക. അപ്പൊ മജ്റൂറിന് വേണ്ടിയുള്ള ഇസ്തിആറത്തിനോട് താബിയാകും. മജ്റൂറിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അദാവത്ത് ഹസനിനെ തശ്ബീഹാക്കിയിട്ടുണ്ട് ഇൽത്തിക്കാത്തിന്റെ ഇല്ലത്ത് വായിയത്തിനോട്. ഇല്ലത്ത് വായിയ മഹബത്ത് തബന്നിയാണ്. അപ്പൊ മഹബത്ത് തബന്നിയെ എന്തിനു വേണ്ടി ഇസ്തിആറത്ത് നടത്തണം? അദാവത്ത് ഹസനിന് വേണ്ടി ഇസ്തിആറത്ത് നടത്തണം. ഈ അദാവത്ത് ഹസനാണ് മജ്റൂർ. അപ്പൊ മജ്റൂറിന് വേണ്ടിയുള്ള ഇസ്തിആറത്തിനോട് താബിയാണ് എന്നാണ് ഇപ്പോൾ ഷാരിഹ് മുസന്നിഫിന്റെ ഈ മത്തിനെ വിശദീകരിച്ചത്. പക്ഷെ വഹാദത്തരീഖു, ഈ തരീഖ്, മുസന്നിഫ് പ്രവേശിച്ച ഈ തരീഖ്, മുസന്നിഫ് എന്താ പറഞ്ഞത്? അദാവത്ത് ഹസനിനെ മുശബ്ബഹാക്കി ഇല്ലത്ത് വായിയായ മഹബത്ത് തമന്നിയെ മുശബ്ബഹ് ബിഹിം ആക്കിയിട്ടാണ് മുസന്നിഫ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഫയുഖദ്ദറു ഫീ ലാമി തഅ്ലീലി നഹ്വു ഖൗലി തആല ഫൽതഖത്തുഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസനൻ ലിൽ അദാവത്തി വൽ ഹസനി. അദാവത്തിനെയും ഹസനിനെയും തശ്ബീഹാക്കുക ഇൽത്തിക്കാത്തിന് ശേഷമുള്ള അതിന്റെ ഇല്ലത്ത് വായിയത്തിനോട്. അപ്പോ മുസന്നിഫിന്റെ ഈ തരീഖ് എന്ന് പറഞ്ഞാൽ അദാവത്ത് ഹസനിനെ മുശബ്ബഹാക്കലും ഇല്ലത്ത് വായിയത്തായ മഹബത്ത് തബന്നിയെ മുശബ്ബഹ് ബിഹി ആക്കലും മഅഖൂദും മിൻ കലാമി സാഹിബിൽ കശാഫി, സാഹിബുൽ കശാഫിന്റെ കലാമിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. സാഹിബുൽ കശാഫ് എന്താ പറഞ്ഞത്? സാഹിബുൽ കശാഫ് പറഞ്ഞു, ഈ ആയത്തിലുള്ള തഅ്ലീലിന്റെ മഅന അതെന്താണ്? തഅ്ലീലിന്റെ മഅന
ഇൽത്തിഖാത്ത് അദാവത്ത് ഹസനിന്റെ കാരണത്തിന് വേണ്ടിയാണെന്നാണ് ലാഹിറുമായ. മൂസാ നബി അവർ കണ്ടെടുത്തു, മൂസാ നബി അവർക്ക് ശത്രുവും ഹസനും ആവാൻ വേണ്ടിയെന്ന്. അത് മജാസിന്റെ തരീക്കിലൂടെ വന്നതാണ്. കാരണം ഇൽത്തിഖാത്തിലേക്കുള്ള അവരെ പ്രേരിപ്പിച്ച കാര്യം മൂസാ നബി അവർക്ക് അതുവും ഹസനും ആവലല്ല, പിന്നെന്താണ്, മഹബത്തും തബനിയുമാണ്. പക്ഷേ അദാവത്തും മസലും ഹസനും ഇൽത്തിഖാത്തിന്റെ നെറ്റീജയായി വന്നപ്പോൾ ആ അദാവത്ത് ഹസനിനെ എന്തിനോട് തശ്ബീഹാക്കി? ഇൽത്തിഖാത്തിന് പ്രേരണ നൽകിയതായ മഹബത്ത് തബന്നിയോട് തശ്ബീഹാക്കി. അപ്പോൾ മഹബത്ത് തബന്നിയോട് തശ്ബീഹാക്കിയപ്പോൾ ആ മഹബത്ത് തബന്നിക്ക് ഇസ്തിമാൽ ചെയ്യപ്പെടുന്ന ലാമിനെ ഈ നെറ്റീജയായ അദാവത്ത് ഹസനിന് ഇസ്തിമാൽ ചെയ്തു എന്ന് സാഹിബുൽ കശാഫ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അഹദ് ചെയ്തതാണ്. ഈ വിഷയം ദസൂഖ് 4:121 കാണാം. ഖൗലുഹു മഅഖൂദും മിൻ കലാമി സാഹിബിൽ കശാഫി ഐ ഐസു ഖാല ഫി ഹാദിഹിൽ ആയത്തി മഅന തൈലീലി ഫിൽ ലാമി, ലാമിലുള്ള തൈലീലിന്റെ മഅന വഹുവ ഖൗലുൽ ഇൽതിഖാത്തി അജ്ലിൽ അദാവത്തി വൽ ഹസനി. ആ മഅന തൈലീലിന്റെ മഅന എന്താണ്? ഇൽത്തിഖാത്ത് അദാവത്ത് ഹസനിന്റെ കാരണത്തിന് വേണ്ടി ആവൽ. അത് വാരിദുൻ അലാ തരീഖിൽ മജാസി ലിഅന്നഹു ലം യകുൻ ദാഇയത്തുഹും, അവരെ പ്രേരിപ്പിച്ച കാര്യം അല്ലല്ലോ, ഇലൽ ഇൽത്തിഖാത്തിലേക്ക് പ്രേരിപ്പിച്ച കാര്യം അല്ല. അയകൂന ലഹും അദുവൻ വഹസന, മൂസാ നബി അവർക്ക് അതുവും ഹസനും ആവലല്ല. പിന്നെന്താണ് ദാഇ? ആ ദാഇയത്ത് വലാകിന്നൽ മഹബത്തു വത്തബന്നി വൈറ, എങ്കിലും അന്നദാലിക അയ്യൽ അദാവത്ത വൽ ഹസന, അദാവത്തും ഹസനും ലമ്മാക്കാന നതീജത്തുൽ ഇൽതിഖാത്തിഹിം, അവരുടെ ഇൽത്തിഖാത്തിന്റെ നെറ്റീജയായപ്പോൾ, ഇൽത്തിഖാത്തിന്റെ ശേഷം സംഭവിച്ചത് എന്താണ്? അദാവത്തും ഹസനുമാണ്. വ സമറത്തുഹു സുബ്ബിഹ, ഈ മഹബത്ത് തബന്നിയായ സുബ്ബിഹ, ഈ നെറ്റീജയെ അദാവത്ത് ഹസനിനെ തശ്ബീഹാക്കി ബിദ്ദാഇ, ദാഇയോട്. ദാഇ ഏതാണ്? മഹബത്തും തബന്നിയാണ്. അല്ലതി എങ്ങനത്തെ ദാഇ? യഫ്അലുൽ ഫാഇലു വൽ ഫിഇല, ഒരു ഫാഇൽ ഒരു പണി ചെയ്യുന്നതിൽ അജ്ലിഹി, ദാഇക്ക് വേണ്ടിയാണ്. അതാണ് സാഹിബുൽ കശാഫ് പറഞ്ഞത്. അതിൽ നിന്ന് അഹദ് ചെയ്തിട്ടാണ് അദാവത്ത് ഹസനിനെ എന്തിനോട് തശ്ബീഹാക്കി എന്ന് പറഞ്ഞത്? ഇല്ലത്ത് വാഇയ്യത്തായ മഹബത്ത് തബന്നിയോട് തശ്ബീഹാക്കി എന്ന് പറഞ്ഞത്. അപ്പൊ അദാവത്ത് ഹസനും മുസബ്ബഹാണാവുക. പിന്നെ മബനിയും എടുക്കപ്പെട്ടതുമാണ് ഈ തരീഖ്, മുസന്നിഫിന്റെ തരീഖ്. എന്തിന്റെ മേൽ? അലാന്ന മുത്തഅല്ലക മഅനല്ലാമി, തീർച്ചയായിട്ടും ലാമിന്റെ മാനാണ് മുത്തഅല്ലക്ക് ഹുവൽ മജ്റൂറു, അത് മജ്റൂർ മാത്രമാണ് എന്നതിന്റെ മേൽ എടുക്കപ്പെട്ടതുമാണ്. അങ്ങനെയാണല്ലോ മുസന്നിഫ് പറഞ്ഞത്, കൽ മജ്റൂരി ഫീ സൈദുൻ ഫീ നിഅമത്തിഹി, സൈദുൻ ഫീ നിഅമത്തിഹി എന്നതിലുള്ള മജ്റൂർ പോലെ. അതവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അലാമാ സബക്ക, മുസന്നിഫിന്റെ അലാമാ സബക്ക മുമ്പ് പറഞ്ഞതനുസരിച്ച് അതാണ് കൽ മജ്റൂരി എന്ന് നേരത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. മുസന്നിഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൽ മജ്റൂരി, മജ്റൂർ പോലെ. വൽ അർഫി അല്ലേ, ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ പിന്നെ എവിടെ പറഞ്ഞത്? അതാ ഫത്തശിബു ഫിൽ അവ്വലി ലമഅനൽ മസ്ദരി വഫി സാലിസി ലിമുതഅല്ലിഖി മഅനാഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൽ മജ്റൂരി ഫീ സൈദുൻ ഫീ നിഅമത്തിഹി, അതാണ് മാസബക്ക. പിന്നെ ലാകിന്നഹു ഗൈറു മുസ്തഖീമിൻ, എങ്കിലും ഈ തരീഖ് ശരിയല്ല. അലാ മദ്ഹബിൽ മുസന്നിഫി, മുസന്നിഫിന്റെ മദ്ഹബ് പ്രകാരം തന്നെ ശരിയല്ല. മുസന്നിഫിന്റെ മദ്ഹബ് എന്ന് മാത്രമല്ല, ജുംഹൂറിന്റെ മദ്ഹബ് അനുസരിച്ചും ഇത് ശരിയല്ല. മുസന്നിഫിന്റെ മാത്രം പറഞ്ഞത്, മുസന്നിഫിനോടാണല്ലോ ഇപ്പൊ കലാമുള്ളത്.
മുസന്നിഫിന്റെ മത്തനിനെ സംബന്ധിച്ചാണല്ലോ കലാമുള്ളത്. എന്താ ശരിയല്ലാത്തത്? ഫിൽ ഇസ്തിആറത്തിൽ മുസറഹത്തി, ഇസ്തിആറത്ത് മുസറഹില് മുസന്നിഫിന്റെ മദ്ഹബ് പ്രകാരം ഈ തരീഖ് ശരിയല്ല. ഏത്? അദാവത്ത് ഹസനിനെ തശ്ബീഹാക്കി അതിനെ മുസബ്ബഹാക്കിയിട്ട് ഇല്ലത്തു ഹായിയായ മഹബത്ത് തബനിയെ മുസബ്ബഹ് ബിഹി ആക്കൽ എന്ന ഈ തരീഖ് ശരിയല്ല ഇസ്തിആറത്ത് മുസറഹയില്. കാരണം അന്നൽ മത്റൂക്ക് യജിബ് അൻ യകൂന ഹുവൽ മുസബ്ബഹ, മത്റൂക്ക് മുസബ്ബഹാവണം. ഇസ്തിആറത്തിൽ ഒഴിവാക്കേണ്ടത് മുസബ്ബഹിനെയാണ്, പറയേണ്ടത് മുസബ്ബഹ് ബിഹിയാണ്. സവാങ്കാനത്തിൽ ഇസ്തിആറത്തു അസ്ലിയത്തൻ ഔ തബയ്യത്തൻ, ഇസ്തിആറത്ത് അസ്ലിയത്താവട്ടെ തബഇയ്യത്താവട്ടെ, ഒഴിവാക്കേണ്ടത് ഏതിനെയാണ്? മുസബ്ബഹിനെയാണ്, മുസബ്ബഹ് ബിഹിനെയാണ് പറയേണ്ടത്. പിന്നെ തക്കത്തിൽ ഹാലു, അവിടെ മുസബ്ബഹ് ഏതാണ്? ദലാലത്ത്. അതെ, അതുപോലെ തന്നെ ഇസ്തിആറത്ത് അസ്ലിയത്തിൽ മുസബ്ബഹ് നത്തക്കത്തില്ലാലു എന്ന് പറഞ്ഞോടത്ത് മുസബ്ബഹ് ദലാലത്താണ്, നത്തക്കത്തില്ലാല അതുപോലെ തന്നെ ദല്ലത്താണ്. ദല്ലത്തിനെ നത്തക്കത്തിനോട് തശ്ബീഹാക്കി. അപ്പോൾ ഇസ്തിആറത്ത് അസ്ലിയത്തിൽ ഒഴിവാക്കേണ്ടത് മുസബ്ബഹിനെയാണ്. ഇസ്തിആറത്ത് അസ്ലിയത്തിലും തബയ്യത്തിലും, അതായത് ഇസ്തിആറത്ത് മുസറഹയില് കണ്ടോ, അലാ മദ്ഹബിൽ മുസന്നിഫി ഫിൽ ഇസ്തിആറത്തിൽ മുസറഹത്തി, ഇസ്തിആറത്ത് മുസറഹയില് മുസന്നിഫിന്റെ മദ്ഹബ് പ്രകാരം ഇത് ശരിയല്ല. അന്നൽ മത്റൂക യജിബ് അൻ യകൂന ഹുവൽ മുസബ്ബഹ, മുസബ്ബഹാവണം. സവാങ്കാനത്തിൽ ഇസ്തിആറത്തു അസ്ലിയത്തൻ ഔ തബയ്യത്തൻ ആവട്ടെ. വലാ ഹാദ തരീഖി, മുസന്നിഫ് പറഞ്ഞ ഈ തരീഖ് അനുസരിച്ച്, മുസന്നിഫിന്റെ തരീഖ് എന്താണ്? അദാവത്ത് ഹസനിനെ എന്താക്കി? ഇൽത്തിക്കാത്തിന്റെ ശേഷം സംഭവിച്ചതായ അദാവത്ത് ഹസനിനെ എന്തിനോട് തശ്ബീഹാക്കി? ഇൽത്തിക്കാത്തിന്റെ ഇല്ലത്ത് ഹായിയത്തായ മഹബത്ത് തബന്നിയോട്. ഇല്ലത്ത് ഹായിയ എന്ന് പറഞ്ഞാൽ ഇൽത്തിക്കാത്ത് എന്തിനു വേണ്ടി ആയിരുന്നു? മഹബത്ത് തബന്നിക്ക് വേണ്ടി ആയിരുന്നു. അതാണ് മഹബത്ത് തബന്നി ഇല്ലത്ത് ഹായി ആയത് ഇൽത്തിക്കാത്തിന്റെ, അതിനോട് തശ്ബീഹാക്കി എന്നാണല്ലോ. അപ്പൊ വലാഹാദ തരീഖ്, ഈ തരീഖ് അനുസരിച്ച് അൽ മുസബ്ബഹു, മുസബ്ബഹ് ഐനി അൽ അദാവത്ത വൽ ഹസന മദ്കൂറും മദ്കൂറാണ്. ലിയകൂന ലഹും അദുവൻ വ ഹസന. മുസബ്ബഹ് ബിഹി, മുസബ്ബഹിനെ ഇവിടെ പറഞ്ഞു. മജ്റൂറിന് വേണ്ടിയുള്ള ഇസ്തിആറത്ത് ഇതല്ലേ, മജ്റൂറിന് വേണ്ടി കണ്ടോ. ഫതകൂനിൽ ഇസ്തിആറത്ത് ഫീഹ, ലാമിലുള്ള ഇസ്തിആറത്താകും. പിന്നെ തബഅല്ലിൽ ഇസ്തിആറത്ത് ഫിൽ മജ്റൂരി, മജ്റൂറിന് വേണ്ടിയുള്ള ഇസ്തിആറത്തിനോട് താബിയാകും. അപ്പൊ മജ്റൂർ ഇവിടെ മുസബ്ബഹാണ്, ആ മുസബ്ബഹിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ശരിയല്ല. കാരണം വലഹാദ തരീഖി, മുസന്നിഫിന്റെ തരീഖ് അനുസരിച്ച് അൽ മുസബ്ബഹു ഐനി അൽ അദാവത്ത വൽ ഹസന മദ്കൂറാണ്. ലിയകൂന ലഹും അദുവൻ വ ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ മത്റൂക്കും, മത്റൂക്കല്ല. ഇനി ഇവിടെ എങ്ങനെ പറയേണ്ടത്? ബൽ തഹ്ഖീഖുൽ ഇസ്തിആറത്തി തബഇയ്യത്തി ഹൗന, ഇവിടെ ഇസ്തിആറത്ത് തബഇയ്യത്തിന്റെ തഹ്ഖീഖ് കേട്ടോ. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂഖ് 4:122 കാണാം. ബൽ തഹ്ഖീഖുൽ ഇസ്തിആറത്തി തബഇയ്യത്തി ഹൗന, ഹൗന എന്ന് പറഞ്ഞാൽ ഈ ആയത്തില്, ഐ ഫി ഹാദിഹിൽ ആയത്തി, ഈ ആയത്തില്. റസൂഖ് 4:122. വൽ മുറാദു ബി തഹ്ഖീഖിഹ, ഇസ്തിആറത്തിന്റെ തഹ്ഖീഖ് കൊണ്ടുള്ള മുറാദ് ഇവിടെ ഇസ്തിആറത്ത് തഹ്ഖീഖിയ എന്നല്ല. ദിക്റുഹ, ഇസ്തിആറത്തിനെ പറയലാണ് അലൽ വജിഹിൽ ഹഖില്ലദി ഹുവ മദ്ഹബുൽ ഖൗമ്, ഖൗമിന്റെ മദ്ഹബായ ഹക്കിന്റെ വജിഹനുസരിച്ച് പറയൽ, അതാണ് തഹ്ഖീഖ്. പറയട്ടെ. ബൽ തഹ്ഖീഖുൽ ഇസ്തിആറത്തി തബഇയ്യത്തി ഹൗന, ഈ ആയത്തിൽ ഇസ്തിആറത്ത് തബഇയ്യത്തിലുള്ള തഹ്ഖീഖ് അന്നഹു, തീർച്ചയായിട്ടും കാര്യം, സുബ്ബിഹ തറത്തുബുൽ അദാവത്തി വൽ ഹസനി, അദാവത്ത് ഹസന് അത് രണ്ടിന്റെ തറത്തുബ്, അത് രണ്ടും തുടർന്ന് വരലിനെ തശ്ബീഹാക്കി. എന്തിന്റെ മേൽ തുടർന്നു വന്നു?
അലൽ ഇൽത്തിക്കാത്തി, ഇൽത്തിക്കാത്തിന്റെ മേൽ. ഇൽത്തിക്കാത്തിന്റെ ശേഷം ഹസനും അദവുമാണ് ഉണ്ടായത്, സംഭവിച്ചത്. അപ്പോ ഇൽത്തിക്കാത്തിന്റെ മേൽ ഹസന് അദാവത്ത് തുടർന്ന് വരൽ. അപ്പോ മുസബ്ബഹ് ഏതാണ് ഇവിടെ? തറത്തുബുൽ അദാവത്ത് വൽ ഹസനാണ്. അതാണ് മുസബ്ബഹ്. ഏതല്ല? അദാവത്തും ഹസനും അല്ല, അദാവത്ത് ഹസനിന്റെ തറത്തുബാണ് മുസബ്ബഹ്. അല്ലെ ഇൽത്തിക്കാത്തി, ഇൽത്തിക്കാത്തിന്റെ മേൽ അദാവത്തും ഹസനും തുടർന്ന് വരലിനെ തശ്ബീഹാക്കി. എന്തിനോട് തശ്ബീഹാക്കി? ബി തറത്തുബി ഇല്ലത്തിഹി, ആ ഇൽത്തിക്കാത്തിന്റെ ഇല്ലത്ത് തുടർന്ന് വരലിനോട്. എങ്ങനത്തെ ഇല്ലത്ത്? അൽ വാഇയത്തി, വാഇയത്തായ ഇല്ലത്ത്. ഇൽത്തിക്കാത്തിന്റെ വാഇയത്തായ ഇല്ലത്ത് തുടർന്ന് വരലിനോട്. അലൈഹി, ആ ഇൽത്തിക്കാത്തിന്റെ മേൽ തുടർന്ന് വരലിനോട്. അപ്പൊ ഇൽത്തിക്കാത്തിന്റെ ശേഷം ഇൽത്തിക്കാത്തിന്റെ മേൽ അതിന്റെ ഇല്ലത്ത് വാഇയത്ത് തുടർന്ന് വരൽ, അതാണ് വേണ്ടത്, അതാണ് ഉണ്ടാവേണ്ടത്. അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇൽത്തിക്കാത്ത് നടത്തിയത്. ആ തറത്തുബിനോട്, ആ ഇല്ലത്ത് വാഇയത്ത് തുടർന്ന് വരലിനോട് അദാവത്ത് ഹസന് തുടർന്ന് വരലിനെ ഒരു തറത്തുബിനെ മറ്റൊരു തറത്തുബിനോട് തശ്ബീഹാക്കി. അപ്പൊ മുസബ്ബഹ് തറത്തുബുൽ അദാവത്ത് വൽ ഹസന്, മുസബ്ബഹ് ബിഹിയോ തറത്തുബ് ഇല്ലത്തുൽ ഹായിയത്ത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? എന്താ ചെയ്തത്? ഇൽത്തിക്കാത്തിന്റെ ശേഷമുള്ള അദാവത്ത് ഹസനിന്റെ തറത്തുബിനെ തശ്ബീഹാക്കി. അത് മുസബ്ബഹാണ്. എന്തിനോട് തശ്ബീഹാക്കി? ഇൽത്തിക്കാത്തിന്റെ ശേഷം ഉണ്ടാവേണ്ടതായ അതിന്റെ ഇല്ലത്ത് വാഇയത്ത് തുടർന്ന് വരലിനോട്. ഇല്ലത്ത് വാഇയത്ത് മഹബത്ത് തബനിയാണ്. അങ്ങനെ തശ്ബീഹാക്കീന. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? അപ്പോ ഇവിടെ കലാം, എന്നിട്ട് ഇസ്തിആർത്ത് നടത്തണം. അതിവിടെ ഷാരി പറഞ്ഞിട്ടില്ല. ഇസ്തിആർത്ത് നടത്തണം എന്ന് പറഞ്ഞാല് ഈ അദാവത്ത് ഹസന് തുടർന്ന് വരാം. അത് മുത്തലക്ക് ഒരു കുല്ലിയായ അദാവത്തും ഹസനും. മൂസാ നബിയോട് ബന്ധിച്ചതാവട്ടെ, ബന്ധിക്കാതിരിക്കട്ടെ, ഒരു കുല്ലിയായ അദാവത്ത് ഹസന് തുടർന്ന് വരലിനെ എന്തിനോട് തശ്ബീഹാക്കി? ഒരു കുല്ലിയായ ഇല്ലത്ത് വാഇയത്തിനോട് തശ്ബീഹാക്കി. ഒരു കുല്ലിയായ ഇൽത്തിക്കാത്തിന്റെ മേൽ തുടർന്ന് വരിക. അപ്പൊ ഇൽത്തിക്കാത്തും കുല്ലിയ്, അദാവത്ത് ഹസനിന്റെ തുടർന്ന് വരലും കുല്ലിയ്, മുശബ്ബഹ് ബിഹിയായ ഇല്ലത്ത് വാഇയത്തിന്റെ തറത്തുബും കുല്ലിയ്. അങ്ങനെയാണ് അത് ദസൂക്കിയിൽ കാണാം കേട്ടോ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇസ്തിആർത്ത് നടത്തണം. ഈ ഇല്ലത്ത് വാഇയത്തിന്റെ തറത്തുബിനെ ഇസ്തിആർത്ത് നടത്തണം. എന്തിനു വേണ്ടി? അദാവത്ത് ഹസനിന്റെ തറത്തുബിന് വേണ്ടി ഇസ്തിആർത്ത് നടത്തണം. അപ്പൊ കലാമിൽ അദ്ഫുണ്ട്. വല്ലസുലു സുമ്മസ്തുഈറ, ദസൂക്കി 422. വഫിൽ കലാമി ഹദ്ഫുൻ വല്ലസുലു സുമ്മസ്തുഈറ തറത്തുബുൽ ഇല്ലത്തിൽ ഹായിയത്തി അലൽ ഇൽത്തിക്കാത്തി. ഇൽത്തിക്കാത്തിന്റെ മേൽ ഇല്ലത്ത് ഹായിയത്ത് തുടർന്ന് വരലിനെ ഇസ്തിആർത്ത് നടത്തണം. എന്തിനു വേണ്ടി? ലി തറത്തുബിൽ അദാവത്തി വൽ ഹസനി അലൈഹി, ആ ഇൽത്തിക്കാത്തിന്റെ മേൽ അദാവത്ത് ഹസനിന്റെ തറത്തുബിനിക്ക്. അപ്പോ അദാവത്ത് ഹസന് തറത്തുബുൽ അദാവത്ത് വൽ ഹസന് മുസ്തആർ ലഹു. തറത്തുബുൽ ഇല്ലത്ത് വാഇയത്ത് അലൽ ഇൽത്തിക്കാത്തി, അതിന്റെ മഅന മുസ്തആർ മിന്നു. ഈ തറത്തുബുൽ ഇല്ലത്തുൽ ഹായിയത്തിന്റെ ലഫ്ള് മുസ്തആർ. ആ ഇസ്തിആർത്ത് നടത്തണം. എന്നിട്ട് ഇസ്തിആർത്ത് നടത്തണം എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കണം. തശ്ബീഹാക്കിയിട്ട് ആദ്യം ഇസ്തിആർത്ത് നടത്തണം. എന്നിട്ട് തുമ്മസ്തുഅ്മില ഫിൽ മുസബ്ബഹി, മുസബ്ബഹായ അദാവത്ത് ഹസനിൽ ഉപയോഗിച്ചു. അപ്പൊ ഇസ്തിആർത്ത് നടത്തലോടുകൂടെ ഈ അദാവത്തും ഹസനും ജുസ്ഇയായി. മുത്തലക്ക് അദാവത്ത് ഹസനിന്റെ തറത്തുബിനെയാണ് മുത്തലക്ക് ഇൽത്തിക്കാത്തിന്റെ മേൽ, ഒരു കുല്ലിയായ ഇൽത്തിക്കാത്തിന്റെ മേലില് അദാവത്ത് ഹസന് തുടർന്ന് വരലിനെ ഒരു കുല്ലിയായ ഇൽത്തിക്കാത്തിന്റെ ശേഷം അതിന്റെ മുത്തലക്ക് ഇല്ലത്ത് ഹായിയത്തിനോട് ആ ഇൽത്തിക്കാത്തിന്റെ
ആ മുത്തലക്ക് ഇൽത്തിക്കാത്തിന്റെ മേൽ അതിന്റെ ഇല്ലത്ത് വായത്ത് തുടർന്ന് വരലിനോട് തശ്ബീഹാക്കിയിട്ട് പിന്നെ ഇസ്തിആറത്ത് നടത്തണം. ഇസ്തിആറത്ത് നടത്തുമ്പോൾ എന്തായി? ഒന്നിനെ വായ്പ ആകുമ്പോൾ അത് ജുസിഇയായ തറത്തുബുൽ അദാവത്തും അല്ലസിനുമാകും. ഒരു ജുസിഇയായ തറത്തുബ് ഇല്ലത്തുൽ വായത്തുമാകും. അപ്പൊ മുശബ്ബഹും മുശബ്ബഹു ബിഹിയും മുസ്തആറു ലഹും മുസ്തആറു മിന്നും എന്തായി? മുസ്തആറു ലഹും മുസ്തആറും ജുസിഇയായി അവിടെ. എന്നിട്ട് സുമ്മസ്തുഇമില ഫിൽ മുശബ്ബഹി, മുശബ്ബഹിൽ ഇസ്തിഇമാൽ ചെയ്യപ്പെട്ടു. മുശബ്ബഹ് ഏതാണ്? തറത്തുബുൽ അദാവത്ത് വല്ലസിന്. അതിൽ ഇസ്തിമാൽ ചെയ്തു അല്ലാമുൽ മൗദൂഅത്തു ലിൽ മുശബ്ബഹി ബിഹി, മുശബ്ബഹ് ബിഹിക്ക് വേണ്ടി വളഇ ചെയ്യപ്പെട്ട ലാമിനെ, അതായത് തഅലീലിന്റെ ലാമിനെ. ഇനി മുശബ്ബഹ് ബിഹി എന്ന് പറഞ്ഞാൽ തറത്തുബൽ ഇല്ലത്തിൽ ഖായിയത്തിൽ ഇൽതിഖാത്തി, ഇൽതിഖാത്തിനുള്ള ഇല്ലത്ത് ഖായിയ തുടർന്ന് വരൽ, അതാണ് മുശബ്ബഹ് ബിഹി. ആ മുശബ്ബഹ് ബിഹിക്ക് വളഇ ചെയ്യപ്പെട്ട ലാമ്, അതാണ് തഅലീലിന്റെ ലാമ്. ആ ലാമിനെ ഇസ്തിഇമാൽ ചെയ്തു. ഇനി തറത്തുബൽ ഇല്ലത്തിൽ ഖായിയത്തിൽ ഇൽതിഖാത്തി അലൈഹി, അല്ലേ? അലൈഹി എന്ന് പറഞ്ഞാൽ ഇൽതിഖാത്തിന്റെ മേൽ, അലൈഹി. സുമ്മസ്തുഇമില ഫിൽ മുശബ്ബഹി, മുശബ്ബഹിൽ ഉപയോഗിച്ചു അല്ലാമാലാമിനെ അൽ മൗദൂഅത്തായി, എങ്ങനത്തെ ലാമാണ്? വെക്കപ്പെട്ടത് ലിൽ മുശബ്ബഹ് ബിഹിക്ക്. ഏതാണ് മുശബ്ബഹ് ബിഹി? ഐനി തറത്തുബൽ ഇല്ലത്തിൽ ഖായിയത്തിൽ ഇൽതിഖാത്തി, ഇൽതിഖാത്തിനുള്ള ഇല്ലത്ത് ഖായിയത്ത് തുടർന്ന് വരലാണ്. അലൈഹി എന്തിന്റെ മേൽ തുടർന്ന് വരാ? അലൈഹി ഇൽതിഖാത്തിന്റെ മേൽ തുടർന്ന് വരിക. എന്നിട്ട് ഫജറത്തിൽ ഇസ്തിആറത്തു, അപ്പോൾ ഇസ്തിആറത്ത് നടന്നു. അവലൻ ആദ്യഘട്ടത്തിൽ ഫിൽ ഇല്ലിയത്തി വൽ ഖർദിയത്തി, ഇല്ലിയത്ത് ഖർദിയത്തിൽ നടന്നു. അങ്ങനെ നടന്നത് ഇല്ലിയത്തിൽ ഖർദിയത്തിൽ അദാവത്ത് ഹസന് തറത്തുബിനെ തശ്ബീഹാക്കിയല്ലോ. എന്തിനോട്? ഇൽതിഖാത്തിന്റെ ഇല്ലത്ത് ഖായിയത്തിനോട്. അപ്പൊ ആ ഇല്ലത്ത് ഖായിയത്തിനെ ഇവിടെ ഇസ്തിആറത്ത് നടത്തി. എന്തിനു വേണ്ടി? അദാവത്ത് ഹസനിന് വേണ്ടി ഇസ്തിആറത്ത് ആദ്യം നടത്തി. അപ്പൊ ഇസ്തിആറത്ത് ആദ്യം ഇല്ലിയത്ത് ഖർദിയത്തിൽ നടന്നു. ഇസ്തിആറത്ത് നടത്തിയതിന്റെ ശേഷമാണ് മുശബ്ബഹു ബിഹിയായ തറത്തുബുൽ ഇല്ലത്തുൽ ഖായിയത്തിൽ ഇൽതിഖാത്തിനിക്ക് വെക്കപ്പെട്ട ലാമിനെ ഇസ്തിമാൽ ചെയ്തത്. അപ്പൊ അതിലുള്ള ഇസ്തിആറത്തുണ്ടായി, തബഇയ്യത്തുമായി. അതാണ് ഒബി തബഇയ്യത്തിഹ, ആ ഇസ്തിആറത്തിന്റെ തബഇയ്യത്ത് കൊണ്ടും ഇസ്തിആറത്ത് നടന്നു ഫില്ലാമി, ലാമില്. ഏതുപോലെ? കമാഫി നതഖത്തിൽ ഹാലു, നതഖത്തിൽ ഹാലു എന്നതിൽ മുമ്പ് കഴിഞ്ഞതുപോലെ. എന്താ നതഖത്തിൽ ഹാലൂല് കഴിഞ്ഞത്? നതഖത്തിൽ ഹാലൂല് ആദ്യം ദലാലത്തിനെ നുതുക്കിനോട് തശ്ബീഹാക്കിയിട്ട് ഈ നുതുക്കിന്റെ സ്ഥാനത്ത് ദലാലത്തിനെ ഇസ്തിആറത്ത് നടത്തിയതാ. എന്നിട്ട് എന്ത് ചെയ്തു? ദല്ലത്തിൽ ഹാലു എന്ന് പറയേണ്ടോടത്ത് നതഖത്തിൽ ഹാലു എന്ന് പറഞ്ഞു. അവിടെയാണല്ലോ ഇസ്തിആറത്ത്, അങ്ങനെയാണല്ലോ അവിടെ ആദ്യം ദലാലത്തിനെ നുതുക്കിനോട് തശ്ബീഹാക്കുക, എന്നിട്ട് ഈ ദലാലത്തിന് വേണ്ടി നുതുക്കിനെ വായ്പ വാങ്ങാം. വായ്പ വാങ്ങിയിട്ട് നുതുക്കിൽ നിന്ന് ദലാലത്തിന് ഇസ്തിഖാഖ് ചെയ്യാം. ഇവിടെ എന്താണ്? അപ്പോ ദലാലത്ത് മുശബ്ബഹും നുതുക്ക് മുശബ്ബഹു ബിഹിയുമാണ്. ഇവിടെയോ അദാവത്ത് ഹസന് മുശബ്ബഹും തറത്തുബുൽ അദാവത്ത് വൽ ഹസന് മുശബ്ബഹും തറത്തുബുൽ ഇല്ലത്തുൽ ഖായിയ മുശബ്ബഹു ബിഹിയും, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ദലാലത്തിന് വേണ്ടി നുതുക്കിനെ ഇസ്തിആറത്ത് നടത്തിയതുപോലെ ഇവിടെ അദാവത്തിന് വേണ്ടി തറത്തുബുൽ അദാവത്തിന് വേണ്ടി തറത്തുബു ഇല്ലത്തുൽ ഖായിയത്തിന് ഇസ്തിആറത്ത് നടത്തി. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ദലാലത്തിന്റെ സ്ഥാനത്ത് നുതുക്കിനെ പറഞ്ഞു. എന്നതുപോലെ ഇവിടെയും എന്ത്?
ദലാലത്തിന്റെ സ്ഥാനത്ത് നുത്തുക്കിനെ പറഞ്ഞു. എന്നുപോലെ ആ മുശബ്ബഹായ തറത്തുബുൽ അദാവത്ത് വൽ അസനിന് ലാമിനെ മറ്റേ മുശബ്ബഹ് ബിഹിക്ക് വധ ചെയ്യപ്പെട്ട ലാമിനെ ഇസ്തിബാൽ ചെയ്തു. കമാ മറഫി നത്തക്കത്തിൽ ഹാലു, നത്തക്കത്തിൽ ഹാലൂല് കഴിഞ്ഞു പോയതുപോലെ. പിന്നെ ഫസാറ ഹുക്കുമുൽ ലാമി, ഇവിടെ ലാമിന്റെ ഹുക്കുമായി, ഹുക്കുമൽ അസദി അസദിന്റെ ഹുക്കുമായി. അങ്ങനെ ഐസുസ്തു ഈറത്ത്, ഈ ലാമിനെ വായ്പ വാങ്ങി ലിമ ഒന്നിന് യശുബഹുൽ ഇല്ലിയത്ത, ആ ഒന്ന് ഇല്ലിയത്തിനോട് ശബഹാവും. ഇല്ലിയത്തിനോട് ശബഹാകിന് എന്താണ്, എങ്ങനെയാണ് ഇല്ലിയത്തിനോട് ശിബഹ് ഉണ്ടായത്? ലാമിനെ ഇസ്തിയാറത്ത് നിർത്തി ലമ്മ ഒരു മാനാക്ക്, അത് ഇല്ലിയത്തിനോട് ശബഹുണ്ട്, ഇല്ലിയത്തല്ല, ഇല്ലത്താവലിനോട് ശബഹുണ്ട്. കാരണം ഇല്ലത്ത് ഇവിടെ എന്താണ്, അത് തബന്നി അതുപോലെ തന്നെ മഹബത്താണ്. അത് ഇൽത്തിക്കാത്തിന്റെ ശേഷം ഉണ്ടാവേണ്ടത് ഏതാണ്? ഈ ഇല്ലത്താണ്. പക്ഷെ ഉണ്ടായത് മറ്റൊന്നായതുകൊണ്ട് ഇല്ലത്തിനോട് ശബഹുള്ള ഒന്നിലേക്ക് ഈ ലാമിനെ ഇസ്തിയാറത്ത് നടത്തി. ഇവിടെ ഇല്ലിയത്ത് എന്താണ് ഇവിടെ? അതാ പിന്നെ മഹബത്തും തമ്മിലും തുടർന്ന് വരൽ, അതിനോട് ശബഹാണ്, തുല്യമായതാണ് ഏത്? അദാവത്തു അസിന്റെ തുടർച്ച. കാരണം രണ്ടും ഇൽത്തിക്കാത്തിന്റെ ശേഷമായതുകൊണ്ട്. ഫസാറ മുത്തഅല്ലഖു മഅനൽ ലാമി, അപ്പൊ ലാമിന്റെ മാനാടെ മുത്തഅല്ലഖായി ഹുവൽ ഇല്ലിയത്ത വൽ വർളിയത്ത ആയി. മുത്തലക്ക് ഇല്ലിയത്തും മുത്തലക്ക് വർളിയത്തും, അതാണ് ലാമിന്റെ മുത്തഅല്ലഖ്. ലൽ മജ്റൂറു, മജ്റൂർ അല്ല. അലാമാ ദക്റഹുൽ മുസന്നിഫു, മുസന്നിഫ് പറഞ്ഞനുസരിച്ച് മജ്റൂർ അല്ല. പിന്നെ സഹ്ബൻ മറന്നു പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, സഹ്ബൻ അത് ലൈസ ബിസഹീഹിൻ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒഫി ഹാദൽ മക്കാമി, മക്കാമിലുണ്ട് സിയാദത്തു തഹ്ഖീഖും, കൂടുതൽ തഹ്ഖീഖ് ഉണ്ട്. അവറദിനാഹ, അതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫി ശറഹി, ശറഹിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. മുഖ്തസറി 283 പേജ് 398. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാബി ഇത്ബിയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിൽ മുഅയ്യദി ദലായിലു ഇജാസിഹി ബിഅസ്റാരിൽ ബലാഗ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുഹദിസീന ഖസബാത്തി സബ്ഖി ഫീ മിൽമാരിൽ ഫസാഹത്തി വൽ ബറാഅ വമദാറു ഖരീനത്തിഹാ ഫിൽ അവ്വലൈനി അലൽ ഫാഇലി നഹ്വു നതഖത്തിൽ ഹാലു അവിൽ മഫ്ഊലി നഹ്വു ഖത്തലൽ ബുഖ്ല വഅഹിയസ് സമാഹ വനഹ്വു നഖരീഹിം ലഹ്ദമിയാത്തിൻ നഖുദ്ദു ബിഹാ മാ കാന ഖാത്ത അലൈഹിം കുല്ലു സുറാദി വമദാറു ഖരീനത്തിഹാ, ഇസ്തിആറത്ത് അൽ-ഇസ്തിആറത്തു തബഇയ്യത്തിന്റെ ഖരീനത്തിന്റെ അടിസ്ഥാനം, ഐ ഖരീനത്തിൽ ഇസ്തിആറത്തി തബഇയ്യത്തി, അൽ-ഇസ്തിആറത്തു തബഇയ്യത്തിന്റെ ഖരീനത്തിന്റെ മാനദണ്ഡം, അതിന്റെ അടിസ്ഥാനം ഫിൽ അവ്വലൈനി, ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിൽ, ഐ അൽ ഫിഇലി വമാ ഇസ്തഖ മിന്നു, ഫിഇലിലും ആ ഫിഇലിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെട്ട ഒന്നിലും, ഇസ്മു ഫായില്, ഇസ്മു മഫൂല്, സിഫത്ത് മുശബ്ബഹ, ഇസ്മു തഫ്ളീല്, ഇസ്മു സമാൻ, ഇസ്മു മക്കാൻ, ഇതെല്ലാം അലൽ ഫായിലി, ഫായിലിന്റെ മേൽ ആവുന്നു. നഹ്വു നതഖത്തിൽ ഹാലു ബികദാ, ഹാല് ഇന്നാൽ ഇന്നതുകൊണ്ട് അറിയിച്ചു എന്നാണ് ഇവിടുത്തെ അർത്ഥം. നത്തക്കത്തിന് ദല്ലത്തിന് വേണ്ടി ഇസ്തിആറത്ത് നടത്തിയതാണ്. ഫഇന്നൻ നുത്ഖൽ ഹഖീഖിയ, ഹഖീഖിയായ നുത്ഖ്, ഹഖീഖിയായ നുത്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? തകല്ലുമും ബിസൗത്തിൻ വഹുറൂഫിൻ തുഅദ്ദിൽ മആനി,
മഅനകളെ വീട്ടുന്ന ചില അർഫുകൾ സൗത്ത് കൊണ്ടുള്ള തക്കല്ലുമ്. ഈ ഹക്കീക്കിയായ നുത്ക് ലാ യുസ്നദു ഇലൽ ഹാലി, ഹാലിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടുകയില്ല. ദസൂഖി 1:424 കാണാം. ഖൗലുഹു ലാ യുസ്നദു ഇലൽ ഹാലി, ഹക്കീക്കിയായ നുത്കിനെ ഹാലിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടൂല. എന്താ ഇസ്നാദ് ചെയ്യാത്തത്? അത് ദസൂഖിയിൽ പറയുന്നുണ്ട്. 4:124 നോക്ക്. ഐലിസ്തിഹാലത്തി ഉഖൂഇൻ നുത്ഖി മിൻഹു, നുത്ഖ് ഹാലിൽ നിന്ന് സംഭവിക്കൽ മുഹാലാണ്. ഹാലിൽ നിന്ന് നുത്ഖ് ഉണ്ടാവൂല കേട്ടോ. ഫദല്ല ഇസ്തിഹാലത്തു ഉഖൂഇൻ നുത്ഖി മിനൽ ഹാലി, ഹാലിൽ നിന്ന് നുത്ഖ് സംഭവിക്കൽ മുഹാലാവൽ അറിയിച്ചു. അല അന്നൽ മുറാദ ബിൻ നുത്ഖി, നുത്ഖ് കൊണ്ടുള്ള മുറാദ് മാ ഒന്നാണ് യസിഹു ഇസ്നാദുഹു ലിൽ ഹാലി, ആ ഒന്നിനെ ഹാലിലേക്ക് ഇസ്നാദ് ചെയ്യൽ സഹിയാകും, അങ്ങനത്തെ ഒന്നാണ്. വമഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്. അന്നഹു, ആ ഒന്ന്, ഏതൊന്ന്? ഹാലിലേക്ക് ഇസ്നാദ് ചെയ്യൽ സഹിയായ ഒന്ന്. അദ്ദലാലത്തു ശബീഹത്തു ബിൻ നുത്ഖി, നുത്ഖിനോട് ശബീഹായ തുല്യമായ ദലാലത്താണ്. എന്ത് വിഷയത്തിലാ തുല്യത? ഫീ ഫാമിൽ മുറാദി, മുറാദിനെ മനസ്സിലാക്കി കൊടുക്കുന്ന വിഷയത്തിൽ. അപ്പൊ ഇവിടെ നതഖത്തിൽ ഹാലു എന്നതിൽ ഈ നതഖത്തു എന്നതിനെ ദല്ലത്തിന് വേണ്ടി ഇസ്തിആറത്ത് നടത്തിയതാണ് എന്നതിനുള്ള കരീനത്ത് അൽ ഹാലു എന്ന ഫായിലാണ്. നതഖത്തിന്റെ ഫായിലായ അൽ ഹാലു ആണ്. കാരണം ഹാല് മൊഴിഞ്ഞു എന്ന അർത്ഥം വെച്ചാൽ ഹാലിൽ നിന്ന് മൊഴിയൽ ഉണ്ടാവുകയില്ല, മൊഴി ഹാലിൽ നിന്ന് ഉണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഹാലിനോട് മുനാസബത്തുള്ള ഈ നുത്ഖ്, നതഖത്തുന്റെ മസ്തറായ നുത്ഖിനോട് ശബീഹായ ഒരു മസ്തറിനോട് ആദ്യം നുത്ഖിനെ ഒരു മസ്തറിനെ, ഹാലിനോട് മുനാസബത്തുള്ള ഒരു മസ്തർ, ആ മസ്തറിനെ നതഖത്തുന്റെ മസ്തറിനോട് എന്താവണം? തശ്ബീഹാക്കണം. അതായത് ദലാലത്തിന് ഹാലിനോട് മുനാസബത്തുള്ള ഒരു മസ്തർ എന്താണ് ഇവിടെ? ദലാലത്ത്. ആ ദലാലത്തിനെ ഏതിനോട് തശ്ബീഹാക്കണം? നതഖത്തുന്റെ മസ്തറായ നുത്ഖിനോട് തശ്ബീഹാക്കണം. എന്നിട്ട് ദലാലത്തിന് വേണ്ടി നുത്ഖിനെ ഇസ്തിആറത്ത് നടത്തണം. എന്നിട്ട് ആ നുത്ഖിൽ നിന്ന് നതഖത്തു എന്നതിനെ ഇസ്തിആറത്ത് ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫഇന്ന നുത്ഖൽ ഹഖീഖിയ ലാ ഇസ്നദു ഇലൽ ഹാലി, ഹഖീഖിയ നുത്ഖ് ഹാലിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടൂല. അപ്പോൾ പിന്നെ ഇവിടെ ഹാലിനോട് മുനാസബത്തുള്ള ഹാലിലേക്ക് ഇസ്നാദ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ നുത്ഖ് കൊണ്ടുള്ള മുറാദ്. അത് നുത്ഖിനോട് ശബീഹായ ദലാലത്താണ്. അപ്പോൾ ദലാലത്തിന് ആദ്യം നുത്ഖിനോട് തശ്ബീഹാക്കുക, എന്നിട്ട് ദലാലത്തിന് വേണ്ടി നുത്ഖിനെ ഇസ്തിആറത്ത് നടത്തുക. അപ്പോൾ ഇസ്തിആറത്ത് അസ്ലിയത്തായി. എന്നിട്ട് ദലാലത്തിന് വേണ്ടി നുത്ഖിനെ ഇസ്തിആറത്ത് നടത്തിയല്ലോ, ആ നുത്ഖിൽ നിന്ന് നതഖത്തുനെ ഇസ്തിഖാഖ് ചെയ്യുക. അപ്പോൾ ഇസ്തിആറത്ത് തബഈയത്തായി. ഈ ഇസ്തിആറത്ത് തബഈയത്തിലുള്ള കരീനത്ത് ഇവിടെ നതഖത്തു എന്നതിന്റെ മാന ദല്ലത്തു എന്നാണ്. അല്ല, നതഖത്ത് എന്നതിന്റെ മാന ദല്ലത്ത് ആണ് എന്നതിന്റെ കരീനത്ത് അൽ ഹാലു എന്ന ഫായിലാണ്. പിന്നെ അവിൽ മഫൂലി, അല്ലെങ്കിൽ മഫൂലിന്റെ മേലിലാണ്. നഹ്വു ജുമിയൽ ഹഖ്ഖു ലനാ ഫീ ഇമാമിൻ, ഒരു ഇമാമിന്റെ കീഴിലായിട്ട് നമുക്ക് ഹക്കിനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. എങ്ങനത്തെ ഇമാമാണ്? ഖത്തലൽ ബുഖ്ല വ അഹ്യസ് സമാഹ, ബുഖ്ലിനെ അദ്ദേഹം ഉന്മൂലനം ചെയ്തു എന്ന് അർത്ഥം വെക്കണം. കാരണം ബുഖ്ലിനെ കൊല്ലൽ എന്നുള്ളത് ബുഖ്ലിനോട് ബന്ധിക്കൂല. വ അഹ്യസ് സമാഹ, ധർമ്മത്തെ ജീവിപ്പിച്ചു, ധർമ്മത്തെ ജീവിപ്പിക്കുകയും ഇല്ല. അപ്പോൾ ഇവിടെ ബുഖ്ലു സമാഹി രണ്ട് മഫൂലാണ് കരീനത്ത് അവിടെ പറയുന്നുണ്ട്. അപ്പോ ഖത്തലൽ ബുഖ്ലിന്റെ നേരെ അർത്ഥം ബുഖ്ലിനെ കൊന്നു, ബുഖ്ലിനെ കൊല്ലാൻ കഴിയൂലല്ലോ. അപ്പൊ ഖത്തലിന്റെ മാന ഖത്തലിന്റെ ഹഖീഖിയ മാനയല്ല.
വഹിയ സമാഹ ധർമ്മത്തെ ജീവിപ്പിച്ചു, ധർമ്മത്തെ ജീവിപ്പിക്കാനും കഴിയൂല. അപ്പൊ അഹിയന്റെ മാന യഹിയാ ഇവിടെ മുറാദല്ല എന്ന് മനസ്സിലായി, ഇവിടെ ഇസ്തിആറത്തുണ്ട് എന്ന് മനസ്സിലായി. നോക്ക്, ഫൈനൽ ഖത്ല തീർച്ചയായിട്ടും ഖത്ലാകുന്നത്, പിന്നെ വൽ യഹിയാ ആ യഹിയാഹും അൽ ഹഖീഖൈനി ഹഖീഖൈനിയായ ഖത്ലും യഹിയാഹും ലാ യതഅല്ലഖാനി ബിൽ ബുഖ്ലി വൽ ജൂദി, അത് ബുഖ്ലിനോടും ജൂദിനോടും ബന്ധിക്കുകയില്ലാതാ. ഖൗലുഹു ലാ യതഅല്ലഖാനി ബിൽ ബുഖ്ലി വൽ ജൂദി, ദസൂഖ് 4:125. ബുഖ്ലിനോടും ജൂദിനോടും ബന്ധിക്കൂല. ഐലി അന്നഹുമാ, ഈ ബുഖ്ലും ജൂദും മിനൽ മആനി ലാ റൂഹലഹുമാ, റൂഹില്ലാത്ത മഅനകളിൽപ്പെട്ടതാണ്. വൽ ഖത്ലു വൽ ഇഹ്യാഉ ഇന്നമാ യതഅല്ലഖാനി ബിൽ ജിസ്മി ദിർറൂഹി, ഖത്ലും ഇഹ്യാഉം അത് റൂഹുള്ള ജിസ്മിനോടാണ് ബന്ധിക്കാം. റൂഹുള്ള ഒരു വസ്തുവിനെയാണ് കൊല്ലാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഖത്ലും ഇഹ്യാഉം അല്ലേ. രണ്ടാമത്തതാണ് വഹിയ സമാഹ, അവിടെ സിമാഹ, യാ റബ്ബ സമാഹി യാ റബ്ബ സിമാഹി, സമാഹ് എന്ന് പറഞ്ഞോടത്തെ സീനിന് ഫതഹും കസറും പറ്റും. പിന്നെ വൽ ഖത്ലു വൽ ഇഹ്യാഉ ഇന്നമാ യതഅല്ലഖാനി ബിൽ ജിസ്മി ദിർറൂഹി, കണ്ടോ, ദസൂഖിയിൽ കാണാം. ഖത്ലും ഇഹ്യാഉ ഇന്നമാ യതഅല്ലഖാനി ബിൽ ജിസ്മി ദിർറൂഹി, റൂഹുള്ള ജിസ്മിനോട് ബന്ധിക്കുള്ളൂ. ഇഹ്യാ അതും റൂഹുடைய ജിസ്മിനോടെ ബന്ധിക്കുള്ളൂ. ഖത്ലും അങ്ങനെ തന്നെ. ഇവിടെ ബുഖ്ലും ജൂദും എന്തല്ല, റൂഹില്ലാത്ത മഅനകളിൽപ്പെട്ടതാണ്. ഫഅദമു സിഹ്ഹത്തി തസല്ലുത്തിൽ ഖത്ലി അലൽ ബുഖ്ലി, ഖത്ല് ബുഖ്ലിനോട് ബന്ധിക്കൽ സഹിയാകാതിരിക്കൽ. വൽ ഇഹ്യാഇ അലൽ ജൂദി, ഇഹ്യാഉ ജൂദിനോട് ജൂദിന്റെ മേലും ബന്ധിക്കൽ സഹിയാകാതിരിക്കൽ. ദലീലുൻ ദലീലാണ് അല അന്നൽ മുറാദ ബിൽ ഖത്ലി, ഖത്ലു കൊണ്ടുള്ള മുറാദ് മഅന യുനാസിബുൽ ബുഖ്ല, ബുഖ്ലിനോട് യോജിക്കുന്നൊരു മഅനയാണ്. അപ്പൊ എന്താണ് ബുഖ്ലിനോട്, ബുഖ്ലിനെ ഉന്മൂലനം ചെയ്തു, അസാല. അപ്പൊ ഖത്തല എന്ന് പറഞ്ഞാൽ അസാല, ബുഖ്ലിനെ അസാലൽ ബുഖ്ല എന്നാണ്. അത് ഈ ബുഖ്ല് എന്നതാണ് അറിയിച്ചത്. ഖത്തലിനെ അസാലക്ക് വേണ്ടി ഇസ്തിആറത്ത് നടത്തിയതാണ്. കണ്ടോ, വഅന്നൽ മുറാദ ബിൽ ഇഹ്യാഇ, ഇഹ്യാ കൊണ്ടുള്ള മുറാദ് അഹിയ സമാഹ എന്നുള്ളടത്ത് മഅന യുനാസിബുൽ ജൂദ, ജൂദിനോട് യോജിപ്പുള്ള ഒരു മഅനയാണ്. ഇനി പറയട്ടെ, വൽ മുനാസിബുലിൽ അവലി, അവലിനോട് മുനാസിബായത്, അതായത് ബുഖ്ലിനോട്, അൽ ഇസാലത്തു ഐ അസാലൽ ബുഖ്ലാന, ബുഖ്ലിനെ ഉന്മൂലനം ചെയ്തു. ഫസുബ്ബിഹ ഇസാലത്തുൽ ബുഖ്ലി, ഇസാലത്തുൽ ബുഖ്ലിനെ തശ്ബീഹാക്കി ബിൽ ഇമാത്തത്തി, അതായത് ഖത്ലിനോട്, ബി ജാമി ഇഖ്തിലായി കുല്ലിൻ മിൻഹുമാ, ഓരോന്നും തേടുന്നുണ്ട് ഇദാമൻ, കേട്ടോ, ഒരു ഇല്ലായ്മയെ തേടുന്നുണ്ട്. എന്ത്, ഖത്ലിലും ഒരു ഇല്ലായ്മയാക്കലുണ്ട്, ഇസാലത്തിലും ഒരു ഇല്ലായ്മയാക്കലുണ്ട്. അതാണ് വജ്ഹു ശബഹ്. എന്നിട്ട് ഇദാമൻ ലിമ യതഅല്ലഖു ബിഹി ബിഐസു ലാ യൽഹു ദാലിക്കൽ മുതഅല്ലഖ, മുതഅല്ലഖ് ലാഹിറാകൂല, അതായത് ഇല്ലായ്മയാക്കുകയാണ്, മഅദൂമാക്കുകയാണ്. അപ്പൊ പിന്നെ ലാഹിറാകൂല. അതാണ് ബി ജാമി ഇഖ്തിലായി കുല്ലിൻ മിന്നുമാ, രണ്ടിൽ നിന്നും ഓരോന്നും തേടൽ എന്ന ജാമി കൊണ്ട് ഇദാമൽ ലിമ, ഒന്നിനെ ഇല്ലായ്മയാക്കലിനെ, തഅല്ലഖ ബിഹി, ആ ഒന്നിനോട് ബന്ധിച്ചിട്ടുണ്ട് ആര്, ഈ പിന്നെ ഈ ഖത്ലും ഇസാലത്തും, ഖത്ലും ഇസാലത്തും, അതായത് ഇമാത്തത്തും ഇസാലത്തും ബന്ധിച്ചിട്ടുണ്ട്. തഅല്ലഖ, ആ ഇസാലത്തുൽ ബുഖ്ലും ഇമാത്തത്തും രണ്ടും ബന്ധിച്ചിട്ടുണ്ട്. ബിഹി, ആ ഒന്നിനോട്, അതാണ് മുത്തഅല്ലഖ്. ബി ഐസു ലാ യൽഹു ദാലിക്കൽ മുത്തഅല്ലഖ്, ആ മുത്തഅല്ലഖ് ലാഹിറാകാത്ത നിലക്ക്. ഖത്ലിന്റെ ആയ കൊണ്ടുപോയി കുഴിച്ചു മൂടും, അല്ലെങ്കിൽ കബറടക്കും, അപ്പോ ലാഹിറാകൂല. ഇസാലത്തിൽ നീക്കിക്കളിയാണല്ലോ, അപ്പോഴും ലാഹിറാകൂല. ഈ കുല്ലി ഓരോന്നിലും. എന്നിട്ട് വസ്തുഈറ ഇസ്മുൽ മുശബ്ബഹ് ബിഹി, മുശബ്ബഹ് ബിഹിയുടെ ഇസ്മായ ഇമാത്തത്ത്, അതായത് ഖത്ലിനെ
ഇസ്തിആർത്ത് ചെയ്യപ്പെട്ടു മുശബ്ബഹിക്ക് വേണ്ടി, ഇസാലത്തിന് വേണ്ടി. എന്നിട്ട് വസ്തുക്ക മിനൽ ഖത്ലി, ഖത്ലിൽ ഇസ്തിഖാഖ് ചെയ്തു. ഖത്തല എന്നതിനെ ബിമാന അസാല, അസാലിന്റെ മാനാക്ക്. വൽ മുനാസിബ് ലിസാനി, സാനിയോട് യോജിപ്പ് ഇഹ്യായിനോട്. അൽ ഇക്സാറു, ഇക്സാറാണ്. ഐ വഅക്തറ സമാഹ, ധർമ്മത്തെ അധികരിപ്പിച്ചു. ഫസുബ്ബിഹൽ ഇക്സാറു ബിൽ ഇഹ്യായി, ഇക്സാറിനെ ഇഹ്യായിനോട് തശ്ബീഹാക്കി. ബിജാമി ളുഹൂരിൽ മുതഅല്ലിഖി ഫീ കുല്ലിൻ, ഓരോന്നിലും മുതഅല്ലിഖ് ലാഹിറാണ്. അതെന്താണ്? ഇഹ്യാ, ഇക്സാറിന് വേണ്ടി ഇഹ്യായിനെ വായ്പാങ്ങിയാണ്. ഇഹിയായിലും ഒരു ഇൽഹാറുണ്ട്, ലാഹിറാക്കലുണ്ട്. ഇക്സാറിലും ലാഹിറാക്കലുണ്ട്. അപ്പോൾ ഇൽഹാറാണ് ജാമി. ബി ജാമി ളുഹൂരിൽ മുതഅല്ലിഖി ഫീ കുല്ലി, ഓരോന്നിലും മുതഅല്ലിഖ് ലാഹിറാകും. ഏതൊന്നിനെയാണോ ജീവിപ്പിച്ചത് അത് ലാഹിറാകും, ഏതൊന്നിനെയാണോ അധികരിപ്പിച്ചത് അതും ലാഹിറാണ്. അപ്പോൾ ളുഹൂർ രണ്ടിലുണ്ട്. വസ്തുഇറ ഇസ്മുൽ മുശബ്ബഹു ബിഹി, മുശബ്ബഹു ബിഹിയുടെ ഇസ്മായ ഇഹ്യായിനെ വായ്പ വാങ്ങിലിൽ മുശബ്ബഹി, മുശബ്ബഹായ ഇക്സാറിന് വേണ്ടി. വസ്തുക്ക മിനൽ ഇഹ്യായി അഹിയ, ഇഹ്യായിൽ നിന്ന് അഹിയ എന്നതിനെ ഇസ്തിഖാഖ് ചെയ്തു. ബിമാന അക്സറ, അക്സറിന്റെ മാനാക്ക്. അപ്പോൾ അഹിയ എന്ന് പറഞ്ഞാൽ അധികരിപ്പിച്ചു എന്നായി. അലാ തരീഖിൽ ഇസ്തിആറത്തി തസ്രീഹിയത്തി തബഇയ്യത്തി. കേട്ടോ? പിന്നെ അപ്പോൾ ഫൈനൽ ഖത്ല വൽ ഇഹ്യാ അൽ ഹഖീഖൈനി ലാ യതഅല്ലഖാനി ബിൽ ബുഖ്ലി വൽ ജൂദി. ഹഖീഖൈനിയായ ഖത്ലും ഇഹ്യാഹും ബുഖ്ലിനോടും ജൂദിനോടും ബന്ധിക്കൂല. അതുകൊണ്ട് ഇവിടെ ബുഖ്ല്, ഖത്തലൽ ബുഖ്ല എന്നുള്ളിടത്ത് ബുഖ്ലാണ് ഇവിടെ കരീനത്ത്. ഖത്തല എന്നതിൽ ഇസ്തിആറത്തുണ്ട് എന്നതിന്. അതുപോലെ തന്നെ അഹിയ സമാഹ എന്നുള്ളിടത്ത് ഈ സമാഹാണ് കരീനത്ത്. അഹിയ എന്നതിന്റെ ഇതിൽ ഇവിടെ ഇസ്തിആറത്തുണ്ട് എന്നതിന്. വനഹു നഖ്ദീഹും ലഹ്ദമിയാത്തിൻ നഖുദ്ദു ബിഹാ മാ കാന ഖാത്ത അലൈഹിം കുല്ലു സുറാദി. നഖ്ദീഹിം, ആ സഹോദരന്മാർക്ക് നമ്മൾ സൽക്കരിക്കും, അതായത് അവർക്ക് മുന്തിക്കും. ലഹ്ദമിയാത്തിൻ, ഇവിടെ രണ്ടർത്ഥമുണ്ട്. മൂർച്ചയുള്ള കുത്തുകളെ അവർക്ക് സൽക്കരിക്കും, അവർക്ക് നമ്മൾ സൽക്കരിക്കും. ലഹ്ദമിയാത്തിൽ, മൂർച്ചയുള്ള കുത്തുകളേതാ. അപ്പൊ ലഹ്ദമ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വാള് എന്നാണ്. ഈ കുത്തിനെ അതിലേക്ക് നിസ്ബ ചെയ്തു, മൂർച്ചയുള്ള കുത്തുകൾ എന്നർത്ഥാക്കി. ഒരർത്ഥം അങ്ങനെയാണ്. മറ്റൊരർത്ഥം ലഹ്ദമിയാത്തിന് മൂർച്ചയുള്ള കുന്തങ്ങൾ എന്ന് തന്നെ അർത്ഥം വെക്കുക. ലഹ്ദമ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കുന്തം, മൂർച്ചയുള്ള വാള്. ആ ലഹ്ദമിലേക്ക് നിസ്ബ ചെയ്തു കുത്തിനെ. അപ്പൊ മൂർച്ചയുള്ള കുത്തുകളെ സൽക്കരിക്കും എന്നായി. അല്ലെങ്കിൽ മൂർച്ചയുള്ള കുന്തങ്ങളെ സൽക്കരിക്കും എന്നായി. അപ്പൊ ലഹ്ദമിയാത്ത് ഇവിടെ രണ്ടാം മഫൂല് ജാറിന്റെ അർഫിനെ കളഞ്ഞതാണത്. മൂർച്ചയുള്ള കുത്തുകളെ കൊണ്ട് ഈ നക്രി, കറായക്രി രണ്ടാം മഫൂലിലേക്ക് സ്വന്തം നഫ്സ് കൊണ്ട് വിട്ടുകൊടുക്കൂല. അപ്പൊ നക്രീഹും ബി ലഹ്ദമിയാത്തിൻ, മൂർച്ചയുള്ള കുത്തുകളെ കൊണ്ട് അവരെ സൽക്കരിക്കും, അല്ലെങ്കിൽ മൂർച്ചയുള്ള കുന്തങ്ങളെ കൊണ്ട് അവരെ സൽക്കരിക്കും. കുത്തുകൾ അല്ലെങ്കിൽ കുന്തങ്ങൾ എന്നർത്ഥം വെക്കണം. അപ്പോൾ ഒരർത്ഥം നക്രീഹും, അവരെ നമ്മൾ സൽക്കരിക്കും. ബി ലഹ്ദമിയാത്തിൻ, ലഹ്ദമിയാത്തിൻ മൂർച്ചയുള്ള കുന്തങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ മൂർച്ചയുള്ള കുത്തുകളെ കൊണ്ട്. നഖുദ്ബിഹ, ആ കുത്തുകളെ കൊണ്ട് നമ്മൾ മുറിക്കും, അല്ലെങ്കിൽ ആ കുന്തങ്ങളെ കൊണ്ട്. മാ കാന ഖാത്താലൈഹിം, അവർക്ക് വേണ്ടി നെയ്തു കൊടുത്ത ഒരു ഇരുമ്പ് കുപ്പായത്തെ, പടയങ്കിയെ ആര് നെയ്തു കൊടുത്തു? കുല്ലു സുറാദീൻ, എല്ലാ പടയങ്കി നിർമ്മാതാക്കളും നിർമ്മിച്ചു കൊടുത്തതായ ഒരു പടക്കുപ്പായത്തിനെ ആ കുത്തുകളെ കൊണ്ട്, അല്ലെങ്കിൽ ആ കുന്തങ്ങളെ കൊണ്ട് നമ്മൾ മുറിച്ചു കളയും എന്ന. അൽ ലഹ്ദമു, ലഹ്ദമു എന്ന് പറഞ്ഞാൽ മിനൽ അസിന്നത്തി, അസിന്നത്തിൽ നിന്ന്,
അസിന്നത്ത് സിനാനിന്റെ ജമ്മാണ്. ഉഹുവ നസുലുർ റമ്മി, കുന്തത്തിന്റെ മൂർച്ച എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കുന്തം എന്നർത്ഥം. ആ അസിന്നത്തിൽ നിന്നാൽ മുറിച്ചു കളയുന്നത്, കഷ്ണമാക്കുന്നത്, നാമാവശേഷമാക്കുന്നത് ലഹിതമ്. അപ്പൊ ലഹിതമ കൊണ്ട് ലഹിതമിനെ ഉപയോഗിച്ചാൽ അതിന്റെ മുത്തഅല്ലക്ക് കഷ്ണങ്ങളാകും. അപ്പോൾ അസിന്നത്ത് മൂർച്ചയുള്ള കുന്തങ്ങളിൽ നിന്നുള്ള മുറിച്ച് കളയുന്നത്, അതിനാണ് ലഹിതമ് എന്ന് പറയാ. അപ്പൊ ഫാറാദബിൽ ലഹിതമിയാത്ത്, അവിടെ നിസ്ബണ്ടല്ലോ ലഹിതമിയിലേക്ക്. അൽ ലഹിതമു അയ്യൽ മൻസൂബ് ഇലൈഹി ലഹിതമിയെ മുഫറദ് ലഹിതമിയാത്തുൻ. ലഹിതമ്, ആ ലഹിതമിനെ നിസ്ബ ചെയ്തപ്പോൾ ലഹിതമിയെന്നാകും. അപ്പൊ മൂർച്ചയുള്ള കുന്തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട കുത്ത്, ഒരു സാധനത്തിന് അതിന്റെ ആലത്തിലേക്ക് നിസ്ബ ചെയ്തു. കുത്തുന്ന ആലത്താണ് കുന്തം. ഒരു ശൈഇന അതിന്റെ ആലത്തിലേക്ക് നിസ്ബ ചെയ്തു. അപ്പോൾ എന്തായി? പിന്നെ മൂർച്ചയുള്ള കുത്ത്, മുറിച്ചു കളയുന്ന കുത്ത് എന്നായി. മൻസൂബത്തൻ ഇലൽ അസിന്നത്തിൽ കാത്തിയെത്തി, മുറിക്കുന്ന മൂർച്ചയുള്ള കുന്തങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട കുത്ത് എന്നാണ് ലഹദമിയാത്തോണ്ടുള്ള മുറാദ്. അപ്പൊ കുത്തുകളെ കൊണ്ട് വിരുന്ന് സൽക്കരിക്കും എന്നായി. ആ വറാദ അല്ലെങ്കിൽ ലഹദമിയാത്തോണ്ടുള്ള മുറാദ് നഫ്സൽ അസിന്നത്തി, അസിന്നത്തിന്റെ നഫ്സ് തന്നെയാണ് കുന്തങ്ങള്. അപ്പോ ലഹിതമ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കുന്തം എന്നാണല്ലോ. അപ്പൊ ലഹിതമീ എന്ന് പറഞ്ഞാലും മൂർച്ചയുള്ള കുന്തം. അന്നിങ്ങനെ മൻസൂബ് ഇലൈഹി വന്നായല്ലോ. ഒരു ഷെയ്ന ആ ഷെയ്യിലേക്ക് നിസ്ബ ചെയ്യൽ വന്നൂടെ, അത് പറ്റുമെന്നാണ് ദസൂക്കയിൽ കാണാം കേട്ടോ. ഔ അറാദ ഐ ബിൽ ലഹിതമിയാത്തി ഖൗലുഹു ഔ അറാദ, ദസൂക്കി 426. ഐ ബിൽ ലഹിതമിയാത്തോണ്ട് ഉദ്ദേശിച്ചത് നഫ്സൽ അസിന്നത്തി ഐഫൽ മാന ഇന്നാ നജ്അലു തഖ്ദീമൽ അസിന്നത്തി ഇലൈഹിം, കുന്തങ്ങൾ അവരിലേക്ക് മുന്തിക്കല്ല നമ്മൾ ആക്കും, കിറാഹും അവർക്കുള്ള സൽക്കാരമായിട്ട് വൻ നിസ്ബത്തു അല്ലേ. അപ്പൊ നിസ്ബ മുബാലകത്തിന് വേണ്ടിയിട്ടാണ് അഹ്മരി എന്ന് പറയും പോലെ. കൗലുഹു വൻ നിസ്ബത്തു ഐ അല സാനി, രണ്ടാം കൗല് പ്രകാരം. ഏത് ലഹദമിയാത്ത് കൊണ്ടുള്ള മുറാദ് നഫ്സുൽ അസിന്നത്താണ് എന്നാണ് പറഞ്ഞത്. ഔ അറാദ നഫ്സൽ അസിന്നത്തി, അല്ലെങ്കിൽ അസിന്നത്തിന്റെ നഫ്സിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് പ്രകാരം ഈ നിസ്ബ ലിൽ മുബാലഗത്തി വഹദ ജവാബുൻ അമ്മാ യുഖാലു ഇദാ കാനൽ മുറാദ് ബിൽ ലഹദമിയാത്തി, ലഹദമിയാത്ത് കൊണ്ടുള്ള മുറാദ് അൽ അസിന്നത്ത, അസിന്നത്താണെങ്കിൽ കാനഫി അതിലുണ്ടല്ലോ നിസ്ബത്തു ഷൈഇല നഫ്സിഹി, ഒരു ഷൈഇന അതിന്റെ ഷൈഇലേക്ക് നിസ്ബ ചെയ്യല്, വഹിയ മംനൂഅത്തുൻ അത് പാടില്ലാത്തതാണല്ലോ. വഹാസുൽ ജവാബി അന്ന നിസ്ബത്ത ഹുനാ ലിൽ മുബാലഗത്തി ഫിൽ മൻസൂബി, മൻസൂബിലുള്ള മുബാലഗത്തിന് വേണ്ടിയിട്ടാണ്. കുന്തത്തിലുള്ള മുബാലഗത്തിന് വളരെ ശക്തിയേറിയ മൂർച്ചയുള്ളത് എന്ന് അറിയിക്കാൻ. വക്കാന്നഹു ലം യൂജദ് മാ ഹുവ അഅ്ലാ മിന്നു, ഈ മൻസൂബിനേക്കാൾ അയലയായ മറ്റൊന്നില്ല. ഹത്താ യുസബയിലെ അതിലേക്ക് നിസ്ബ ചെയ്യാൻ, ഇതിനെ മറ്റൊന്നിലേക്ക് നിസ്ബ ചെയ്യണമെങ്കിൽ ഇതിനേക്കാൾ അയല വേണ്ടേ, അതില്ല. അപ്പൊ നുസ്ബ ഇലാ നഫ്സിഹി, അപ്പോൾ ഇതിനേക്കാൾ മൻസൂബ് ഇലൈഹിയായ മറ്റൊന്ന് ഈ കുന്തത്തിനിക്ക് ലഹിതമിനിക്ക് അതിനേക്കാൾ മൻസൂബ് ഇലൈഹി ആവാൻ പറ്റിയതായ മറ്റൊന്ന് ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് നിസ്ബ ചെയ്തു. കമാ യുക്കാലുലി റജിലി ഷദീദിൽ ഹുംറത്തി, ചുമപ്പ് കഠിനമുള്ള റജിലിനെ സംബന്ധിച്ച് പറയപ്പെടും അഹ്മരി എന്ന് പറയും. ഫസീദത്തിൽ യാഉ ഫിഹി ലി ഇഫാദത്തിൽ മുബാലഗത്തി, മുബാലഗത്തിനെ ഫായിദ വെപ്പിക്കാൻ വേണ്ടി യായിനെ സായിദിയാക്കി ഫി വസ്ഫിൽ ഹുംറത്തി, ഹുംറത്തിന് വസ്ഫ് പറയുന്നതിൽ. ഫഖൗലുഹു ഇന്ന നിസ്ബത്ത ഷൈഇല നഫ്സി മംനൂഅത്തുൻ എന്ന് പറഞ്ഞത് ഐ മാലം യകുലിൽ മഖ്സൂദ് ബി തിൽക നിസ്ബത്തി അൽ മുബാലഗത്ത, ഒരു ഷൈഇനെ അതിന്റെ നഫ്സിലേക്ക് നിസ്ബ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ നിസ്ബ കൊണ്ടുള്ള മഖ്സൂദ് മുബാലഗത്ത് അല്ലാതിരിക്കുമ്പോഴാണ്. വഇല്ല
അങ്ങനെ ഒരു ഷെയ്യിനെ ഒരു ഷെയ്യിലേക്ക് നിസ്ബ ചെയ്യുന്നത് കൊണ്ടുള്ള മഖ്സൂദ് മുബാലഗത്താണെങ്കിലോ ഫല മൻ അപ്പൊ മൻ ഇല്ല എന്നർത്ഥം. അപ്പോൾ മൻ ഇല്ല കേട്ടോ. പിന്നെ വൻ നിസ്ബത്തിൽ മുബാലഗത്ത് അഹ്മരി എന്ന് പറയും പോലെ അഹ്മറിനെ സംബന്ധിച്ച് അഹ്മറിനെ അഹ്മറിലേക്ക് നിസ്ബ ചെയ്തപ്പോൾ അഹ്മരി ചുവപ്പ് കഠിനമുള്ള ആള് എന്നർത്ഥായി. വൽ കദ്ദു കദ് നഖുദ്ദു ബിഹ എന്ന് പറഞ്ഞാൽ കദ് അൽ കത്തു മുറിക്കലാണ്. സറദ് എന്ന് പറഞ്ഞാൽ അദ്ദർഉ ഇരുമ്പ് കുപ്പായം എന്നാണ്. വസറദുഹ ഇരുമ്പ് കുപ്പായത്തെ സറദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നസ്ജുഹ അതിനെ നെയ്യൽ എന്നാണ് അർത്ഥം. ഫൽ മഫൂലു സാനി രണ്ടാം മഫൂല് ഐനി ലഹദമിയാത്ത് കരീനത്താണ് അല അന്ന നക്രീഹും ഇസ്തിആറത്താണ്. കാരണം കുന്തങ്ങളെ കൊണ്ട് സൽക്കരിക്കാൻ കഴിയൂല. അപ്പൊ കുന്തങ്ങളെയാണ് മുന്തിച്ചത്. അവിടെയുള്ള ജാമി എന്താണ്? ജാമി എന്ന് പറഞ്ഞാൽ ഇവിടെ കുത്തുക, സൽക്കരിക്കുക. കുത്തലിനെ ഒരാളെ കുത്തലിനെ ഭക്ഷണം കൊടുക്കലിനോട് തശ്ബീഹാക്കി അല്ലെ. ഭക്ഷണം കൊടുക്കലിനോട് തശ്ബീഹാക്കിയിട്ട് കുത്തും എന്ന് പറഞ്ഞു കൊടുത്ത് സൽക്കരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സൽക്കാരം കിറ, കുത്ത് തഇന്. തഇനിനെ കിറയോട് തശ്ബീഹാക്കിയിട്ട് തഇനിന് വേണ്ടി കിറാനെ ഇസ്തിആറത്ത് നടത്തിയിട്ട് കിറ എന്ന മസ്തറിൽ നിന്ന് നക്രീഹിം എന്നതിനെ ഇസ്തിഖാക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ജാമി എന്താണ്? രണ്ടും എന്തുണ്ട്? ഉള്ളിലേക്ക് ഒരു വസ്തു പുറമേ നിന്ന് എത്തലുണ്ട് കേട്ടോ. ഇവിടെ നോക്ക് ദസൂക്കി കൗലുഹു കരീനത്തുൻ അല അന്ന നക്രീഹിം ഇസ്തിആറത്ത്. ഫൽ മഫൂലു സാനി രണ്ടാം മഫൂല് ഐനി ലഹദമിയാത്ത് കരീനത്താണ് അല അന്ന നക്രീഹിം ഇസ്തിആറത്തുൻ. നക്രീഹിം എന്നത് ഇസ്തിആറത്താണ്. കൗലുഹു ദസൂക്കി 426 കരീനത്തുൻ അല അന്ന നക്രീഹിം ഇസ്തിആറത്തുൻ അദാലികാലി അന്ന ലഹദമിയാത്ത് ലാ യസിഹു തഅല്ലുഖുൽ ഖിറൽ ഹഖീഖി. ഹഖീഖിയായ ഖിറ ബന്ധിക്കൽ സഹിയാവൂല ബിഹാ ലഹദമിയാത്തിനോട്. അത് കുത്താണെങ്കിലും കുന്തമാണെങ്കിലും കുത്തുകൊണ്ടും കുന്തം കൊണ്ട് രണ്ട് വായന വെച്ചാലും അവിടെ സൽക്കാരം അതുകൊണ്ട് ശരിയാവൂല. ഇത് ഹുവ കിറ ഹഖീഖിയാ കിറ എന്ന് പറഞ്ഞാൽ വിരുന്നുകാർക്ക് ഭക്ഷണത്തെ മുന്തിക്കലാണ്. അപ്പോൾ അറിയപ്പെട്ടു അന്നൽ മുറാദ ബിഹിഹുന ഇവിടെ കുറ കൊണ്ടുള്ള മുറാദ് മാ യുനാസിബുൽ ലഹദമിയാത്തി ലഹദമിയാത്തിനോട് മുനാസബത്തുള്ള ഒന്നാണ്. ആ ലഹദമിയാത്തിന് ഒന്നാം മായനപ്രകാരം കുത്തുകളിൽ നിന്ന് മൂർച്ചയുള്ള കുത്ത് എന്ന് വെച്ചാലും അല്ലെങ്കിൽ മൂർച്ചയുള്ള കുന്തം എന്ന് വെച്ചാലും വഹുവ ലഹദമിയാത്ത് എന്ന് പറഞ്ഞാൽ തഖ്ദീമു തഇനാത്തി ഇൻദല്ലിക്കായി ലിക്കായിന്റെ കണ്ടുമുട്ടുന്ന സമയത്ത് കുത്തിനെ മുന്തിക്കലാണ്. കുത്തുകളെ അതൊരർത്ഥം. അവിൽ അസിന്നത്തി അലി കുന്തങ്ങളെ അവിൽ അസിന്നത്തി അലി കുന്തങ്ങളെ രണ്ടാമത്തെ അർത്ഥം. ഫസുബിഹ തഖ്ദീമു തഇനാത്തി അവിൽ അസിന്നത്തി തഇനാത്തിനെയോ കുത്തുകളെയോ അല്ലെങ്കിൽ അസിന്നത്തിനെയോ മൂർച്ചയുള്ള കുന്തങ്ങളെയോ മുന്തിക്കലിനെ തശ്ബീഹാക്കി. ഇല്ലല്ലിക്കായി കണ്ടുമുട്ട സഹോദരന്മാരെ കണ്ടുമുട്ടുന്ന സമയത്ത് ബിൽ കിറാനോട് തശ്ബീഹാക്കി. വഹുവ കിറ എന്ന് പറഞ്ഞാൽ തഖ്ദീമുൽ അത്ഇമത്തി ശഹിയത്തി ആശയുള്ള ഭക്ഷണത്തെ മുന്തിക്കലാണ് ലില്ലൈഫി വിരുന്നുകാർക്ക്. ബിജാമി അന്ന കുല്ലൻ തഖ്ദീമു മാ യസിലു മിൻ ഖാരിജിൻ ഇലാ ദാഖിലിൻ. ഓരോന്നും എന്താണ്? ഖാരിജിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു വസ്തു ചേരലിനെ മുന്തിക്കലുണ്ട്. വസ്തുഇറ ഇസ്മുൽ കിറ എന്ന ഇസ്മിനെ വായ്പ വാങ്ങിയിലെ തഖ്ദീമിൽ തഇനാത്തി അവിൽ അസിന്നത്തി തഇനാത്ത് കുത്തുകളെയോ അല്ലെങ്കിൽ കുന്തങ്ങളെയോ മുന്തിക്കലിനിക്ക്. എന്നിട്ട് കിറാനെ ഇസ്തിയാറത്ത് നടത്തി ഇസ്തിയാറത്താക്കി. എന്നിട്ട് വസ്തുക്ക മിനൽ കിറ എന്നതിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്തു നക്രീഹിം എന്നതിനെ വിമാന നുഖദ്ദിമു ലഹുമു തഇനാത്തി അവർക്ക് നമ്മൾ കുത്തുകളെ മുന്തിക്കും. അവില്ല സിന്നത്തി അല്ലെങ്കിൽ കുന്തങ്ങളെ മുന്തിക്കും എന്ന്. അലാ തരീഖിൽ ഇസ്തിആറത്ത് തബഇയ്യത്തിന്റെ തരീഖിലൂടെ. അവിൽ മജ്റൂറി അല്ലെങ്കിൽ മജ്റൂറിന്റെ മേലിലാണ്. നഹ്വു ഫബശ്ശിർഹും ബിഅദാബിൻ അലീം
അവർക്ക് വേദനയേറിയ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോ അദാബിനെ പറയല് കരീനത്താണ്. അലാ അന്ന ബഷീർ, തീർച്ചയായിട്ടും ബഷീർ ഇസ്തിആറത്തും, അത് ഇസ്തിആറത്താണ്. തബഇയ്യത്തുൻ, തബഇയ്യത്തായ ഇസ്തിആറത്താണ്. തഹക്കുമിയ്യത്തുൻ, തഹക്കുമിയായ. അതായത് അദാബിനെ പറഞ്ഞതുകൊണ്ട് ബഷീർ എന്നത് ഇസ്തിആറത്താണെന്ന് കിട്ടും. അത് തബഇയ്യത്താണെന്ന് കിട്ടുന്നത് ബഷീർ ഫിഇലായതുകൊണ്ടാണ് കിട്ടുന്നത്. തഹക്കുമിയത്താണ് ലഭിക്കുന്നതോ ഇതിനെ തലാദിനെ തനാസുബിന്റെ സ്ഥാനത്തിറക്കിയതാ. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടോ, ഖൗലുഹു ഫബശ്ശിറുഹും ബി അദാബിൻ അലീം, അദാബുൻ അലീമോട് സന്തോഷ വാർത്ത അറിയിക്കുക. ഈ അദാബിനെ പറയല് കരീനത്താണ് അല്ലേ. അലാ അന്ന ബഷീർ ഇസ്തിആറത്തുൻ തബഇയ്യത്തുൻ തഹക്കുമിയത്താണ്. അപ്പൊ ഖൗലുഹു അബിൽ മജ്റൂരി, അലി മജ്റൂറിന്റെ മേലിലാണ്. ഐ ഔ അലൽ മജ്റൂരി ബിആ യകൂന തഅല്ലുഖുൽ ഫീലി ഔ മാ യുസ്തഖു മിന്നു ബിൽ മജ്റൂരി. ഫീല് ബന്ധിക്കല് അല്ലെങ്കിൽ ഫീലിൽ നിന്നുള്ള മുസ്തഖ് ബന്ധിക്കല് മജ്റൂറിനോട് ബന്ധിക്കൽ ഗൈറു മുനാസിബാണ്. കാരണം അദാബുൻ അലീം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറ്റൂല. കാരണം അദാബുൻ അലീം എന്നത് ശിക്ഷയാണല്ലോ. ഫയദുല്ലു ദാലിക, അതറിയിക്കും. ഏത്? ഈ ഫീലോ മുസ്തഖോ മജ്റൂറിനോട് ബന്ധിക്കൽ ഗൈറു മുനാസിബാണെന്ന് പറഞ്ഞല്ലോ. അതറിയിക്കും. അലാ അന്നൽ മുറാദ ബി മഅനാഹുമാ, ആ ഫീല് കൊണ്ടോ ഫീലിൽ നിന്നുള്ള മുസ്തഖ് കൊണ്ടുള്ള മുറാദ് മാ യുനാസിബു ദാലിക്കൽ മജ്റൂറ, ആ മജ്റൂറിനോട് മുനാസബത്തുള്ള ഒന്നാണ്. അപ്പൊ അദാബുൻ അലീമിനോട് മുനാസബത്തുള്ള ഒന്നാണ് ഇവിടെ ബഷീർ കൊണ്ടുള്ള മുറാദ്. ഖൗലുഹു ഫബശ്ശിറുഹും ബി അദാബിൻ അലീം, റസൂഖിനാലെ 126. ഫൈന തബ്ശീറ ഇഖ്ബാറും ബിമാ യസുറു, സന്തോഷമുള്ള ഒരു കാര്യം കൊണ്ട് പറയലാണ്. ഫലാ യുനാസിബു തഅല്ലുഖുഹു, തബ്ശീർ അദാബിനോട് ബന്ധിക്കൽ മുനാസബത്തില്ല. ഫഉലിമ, അപ്പോൾ അറിയപ്പെട്ടു, അന്നൽ മുറാദ ബിഹി, ഈ തബ്ശീർ കൊണ്ടുള്ള മുറാദ് ലിദ്ദുഹയുടെ ലിദ്ദാൻ വഹുവൽ ഇൻദാറു, അത് ഇൻദാറാണത്. ഇൻദാർ എന്ന് പറഞ്ഞാൽ ഐനി അൽ ഇഖ്ബാറ ബിമാ യഹ്സുനു, ദുഃഖമുള്ള കാര്യം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൽ. ഫനുസില തലാദു, അപ്പോ ഇൻദാറ് ഇഖ്ബാറിന്റെ മുലാദാണ്. രണ്ടും തമ്മിലുള്ള ബന്ധം തലാദുന്റെ ബന്ധമാണ്. അപ്പൊ ഈ തലാദിനെ ഇറക്കപ്പെട്ടു മൻസിലത്തെ തനാസുബി, തനാസുബിന്റെ സ്ഥാനത്തിറക്കി. തഹക്കുമൻ, പരിഹാസം എന്നോണം, പരിഹസിച്ചിട്ട്. അതായത് ഈ ഇൻദാറിനെ തബ്ശീർ ആക്കിയിട്ട് മാറ്റിയിട്ട് ഈ മുഖാത്തബിനെ പരിഹസിക്കാം. അങ്ങനെ ഒരു തശ്ബീഹ് ആദ്യം മുഖ്തസർ 338 പറഞ്ഞിട്ടുണ്ട്. എവിടെ? വഇലം, മുഖ്തസർ 338 കാണാം. വഇലം അന്നഹു ഖദ് യുന്തസഉ ശബഹു മിനത് തലാദി ലിസ്തിറാഖിൽ ലിദ്ദൈനി ഫീഹി സുമ്മ യുനസലു തലാദു മൻസിലത തനാസുബി ബിവാസിത്തത്തി തംലീഹിൻ ഔ തഹക്കുമിൻ ഫയുഖാലു ലിൽ ജബാരി മാ അസ്ബഹഹു ബിൽ അസദി. ഒരു ഭീരുവിനെ സംബന്ധിച്ച് അവൻ വല്ലാത്ത അസദ് തന്നെ. വലിൽ ബഹീലി, ഒരു ബഹീലിനെ സംബന്ധിച്ച് ഇന്നഹു ഹാത്തിമുൻ, അവൻ ഒരു ധർമ്മിഷ്ഠനാണ് എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് പറയും. അപ്പോൾ ഈ ജബാനിനെ ശുജാഇന്റെ സ്ഥാനത്ത് ഇറക്കുകയാണത്. ജബാനിനെ അസദിനോട് തശ്ബീഹാക്കുക. അസദും ജബാനും തമ്മിലുള്ള ബന്ധം എന്താണ്? തലാദാണ്. ആ തലാദിനെ തനാസുബിന്റെ സ്ഥാനത്തിറക്കി. അതായത് ജബാനിനെ ഒരു ശുജായുടെ സ്ഥാനത്തിറക്കി. അവിടെ പരിഹാസം, ഒന്നിരിക്കൽ തഹക്കുമോ അല്ലെങ്കിൽ തബ്ലീഹ്. തബ്ലീഹ് എന്ന് പറഞ്ഞാൽ ഒരു രസകരമായി പറയൽ, രണ്ടും ഉണ്ട് അവിടെ.
കേട്ടോ. ഇവിടെ പിന്നെ തഹക്കുമിയത്ത് എന്ന് പറയാൻ കാരണം അദാബുൻ അലീം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നിടത്ത് പരിഹാസം മാത്രമേ ഉണ്ടാവുള്ളൂ. തബ്ലീഹ് ഒരു രസകരമാക്കി പറയൽ അവിടെ യോജിക്കൂല. അതുകൊണ്ട് അവിടെ തഹക്കുമിയത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ തഹക്കുമിയത്തിന്റെ പൂർണ്ണ വിവരം അറിയണമെങ്കിൽ മുഖ്തസർ 338 ഒന്ന് നോക്കിയാൽ മതി. പിന്നെ അപ്പോ ബശിറുഹും എന്നുള്ളോർത്ത് ഇസ്തിആറത്ത് തബഇയ്യത്താണ്. ഇസ്തിആറത്താണെന്ന് അദാബുൻ അലീം എന്നതുകൊണ്ട് കിട്ടി. അത് തബഇയ്യത്താണെന്ന് ബഷീർ എന്ന ഫീലും കൊണ്ട് കിട്ടി. ഫീലുള്ള ഇസ്തിആറത്തൊക്കെ തബഇയ്യത്താണല്ലോ. തഹക്കുമിയത്താണെന്ന് കിട്ടിയത് എന്താണ്? ഇൻദാറിനെ തബ്ശീറിന്റെ സ്ഥാനത്ത് ഇറക്കിയതാണ്. ഇൻദാറിനെ തബ്ശീറിന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് പരിഹസിക്കുകയാണത്. ആ മുന്നറിയിപ്പ് താക്കീതിനെ ഒരു സന്തോഷ വാർത്തന്റെ സ്ഥാനത്ത് ഇറക്കി. അതുകൊണ്ടാണ് തഹക്കുമിയത്തായത്. അത് പരിഹാസ രൂപേണ ഇറക്കിയതാണ്. അത് മുഖ്തസർ 338 ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇന്നമാക്കാല മുസന്നിഫ് പറഞ്ഞു മദാറു കരീനത്തിഹാ അൽ ഇസ്തിആറത്തു തബഇയ്യത്തിന്റെ കരീനത്തിന്റെ അടിസ്ഥാനം അലാകഥ എന്നാണ് പറഞ്ഞത്. അലിൽ ഫായിലി അവിൽ മഫൂലി അവിൽ മജുറൂരി എന്നാണല്ലോ പറഞ്ഞത് അല്ലേ? അത് എന്ത് പറഞ്ഞില്ല? കരീനത്തിന്റെ മദാറ് അൽ ഫായിലു ഫായിലാണ്, അൽ മഫൂലു അൽ മജുറൂറു എന്ന് പറഞ്ഞില്ല. കാരണം മദാറു കരീനത്തിഹ എന്ന് പറഞ്ഞാൽ മുസ്നദിലേഹി മൈരിഫിയാണ്. അൽ ഫായിലു എന്ന് പറഞ്ഞാൽ ജിൻസിന്റെ അൽഫിലാം കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതായി. അവ രണ്ട് തറഫും മൈരിഫിയായി. മുസ്നദ് ജിൻസിന്റെ അൽഫിലാം കൊണ്ട് മൈരിഫിയാകുമ്പോൾ അത് ഹസറിനെ ഫായിലേപ്പിക്കും. അപ്പൊ ഫായില് മാത്രമാണ്, ഫായിലും മഫൂലും ജാറ് മജുറൂറും മാത്രമാണെന്ന് അർത്ഥം വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്. വൈന്നമാക്കാല മദാറു കരീനത്തിഹാല കഥ എന്ന് പറഞ്ഞില്ലേ അന്നൽ കരീനത്തല തന്നസിറു ഫീ മാദുക്ര. കരീനത്ത് മാദുക്രയിൽ മുന്നസിറല്ല, ബൽ എങ്കിലും കത്തക്കൂനു കരീനത്ത് ഹാലിയത്തും ആകും. കൗലിക്കാൻ ഇന്റെ വാക്കുപോലെ കത്തൽത്തു സെയ്ദിനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞു. എപ്പോ ഇതാ ലറബുത്തഹു, നീ അവനെ അടിച്ചാൽ ലറബൻ ശരീരൻ ശക്തിയായ അടി അടിച്ചാൽ. അപ്പൊ ലറബുത്തു സെയ്ദൻ എന്ന് പറയുന്നോർത്ത് കത്തൽത്തു സെയ്ദൻ. അപ്പൊ കത്തൽത്തു എന്നതിൽ ഇസ്തിആറത്തുണ്ട്. അതായത് ലറബുത്തുവിന്റെ സ്ഥാനത്താണ് കത്തൽത്തിന് ഉപയോഗിച്ചത്. ഇവിടെ ഈ ഫായിലിൽ കരീനത്തില്ല. കത്തുലും ഒരാളിൽ നിന്നുണ്ടാവാം, വെറുമ്പും ഒരാളിൽ നിന്നുണ്ടാവാലോ. ഒരാളിൽ നിന്ന് കത്തലും സംഭവിക്കൽ മുഹാലല്ല, ഒരാളിൽ നിന്ന് വെറുമ്പും സംഭവിക്കൽ മുഹാലല്ല. ഇനി സെയ്ദൻ എന്ന മഫ്ഊലിൽ കരീനത്തുണ്ട്, അതില്ല. സെയ്ദിനോട് കത്തല് ബന്ധിക്കലും മുഹാലല്ല, സെയ്ദിനോട് വെറുമ്പ് ബന്ധിക്കലും മുഹാലല്ല. അപ്പൊ പിന്നെ ലറബത്തു സെയ്ദൻ എന്നതിന്റെ സ്ഥാനത്ത് കത്തൽത്തു സെയ്ദൻ എന്ന് പറയുമ്പോൾ ഇസ്തിആറത്തുണ്ടല്ലോ. എന്താ കരീനത്ത്? അത് ഹാലിയ കരീനത്താണ്. ഈ സെയ്ദ് ജീവൻ പോയിട്ടില്ല, അത് തന്നെ കരീനത്ത്. പിന്നെ ഇസ്തിആറത്ത് ബിഇത്തിബാരിന്നാഖറ, മറ്റൊരു ഏറ്റിബാർ കൊണ്ട്. വൈരി ഏറ്റിബാരി തൊറഫൈനിയെ ഏറ്റിബാർ ചെയ്യലല്ലാത്ത, വൽ ജാമീനെയും ഏറ്റിബാർ ചെയ്യലല്ലാത്ത, വൽ ലഫ്ദിനെയും ഏറ്റിബാർ ചെയ്യലല്ലാത്ത, അതിനെയെല്ലാം ഏറ്റിബാർ ചെയ്യൽ മുമ്പ് കഴിഞ്ഞുപോയി. അപ്പൊ ഇവകളെ ഏറ്റിബാർ ചെയ്യലല്ലാത്ത മറ്റൊരു ഏറ്റിബാർ കൊണ്ട് ഇസ്തിആറത്ത് സലാസത്തു അഖ്സാമിൻ 3 കിസ്മാണ്. അന്നഹ ആ ഇസ്തിആറത്ത് ഇമ്മ അല്ലം തഖ്തരിം ബി ഷൈഇൻ, ഒന്നുകിൽ അത് ഒരു ഷൈഇനോടും അന്വരിക്കാതിരിക്കാം. എങ്ങനത്തെ ഷൈഇ? യുലായിമുൽ മുസ്തആറ ലഹു, മുസ്തആർ ലഹുനോട് യോജിക്കുന്ന ഒരു ഷൈഇനോടും അന്വരിക്കാതിരിക്കാം. വൽ മുസ്തആറ മിന്നു, മുസ്തആറ മിന്നൂനോട് യോജിക്കുന്ന ഒരു ഷൈഇനോടും അന്വരിക്കാതിരിക്കാം. ഔ ഖറനത്ത് ബിമാ യുലായിമുൽ മുസ്തആറ ലഹു, അല്ലെങ്കിൽ മുസ്തആർ ലഹുനോട് യോജിക്കുന്ന ഒന്നിനോട് അന്വരിക്കാം. ഔ ഖറനത്ത് ബിമാ യുലായിമുൽ മുസ്തആറ മിന്നു, മുസ്തആറ മിന്നൂനോട് യോജിക്കുന്ന ഒന്നിനോട് അന്വരിക്കാം കേട്ടോ. അല്ലവലു ഒന്നാമത്തത് മുത്തലക്കത്താണ്. വഹിയ മുത്തലക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ലം തഖ്തരിൻ, അത് അന്വരിച്ചിട്ടില്ല. ബിസിഫത്തിൻ, ഒരു സിഫത്തിനോടും അന്വരിച്ചിട്ടില്ല. വലാ തഫ്രീഇൻ, ഒരു ഫർആക്കി കൊണ്ടുവന്ന കലാമിനോടും. ആ സിഫത്തും തഫ്രീഉം എന്തിനാൽ?
മിമ്മാ ഒന്നിനാൽ യുലായിമുൽ മുസ്തആറ ലഹു നാസിബത്തും തഫ്രീഉം മിമ്മാ ഒന്നിനാൽ ആ ഒന്ന് യുലായിമുൽ മുസ്തആറ ലഹു അത് മുസ്തആറു ലഹുവിനോട് യോജിക്കും. അവിൽ മുസ്തആറ മിന്നു അല്ലെങ്കിൽ മുസ്തആറു മിന്നുവിനോട് യോജിക്കും. നെഹ്വു ഇന്ദി അസദുൻ ഇന്ദി അസദുൻ എന്ന് പറയും പോലെ കേട്ടോ. പിന്നെ എന്താണ് ഈ സിഫത്ത്? ഖൗലുഹു വഹിയ മാലം തഖ്തരി. എവിടെയാണ് പറഞ്ഞത്? അല്ലവ്വൽ മുത്തലഖത്തുൻ വഹിയ മാലം തഖ്തരി അല്ലേ? വഹിയ മാലം തഖ്തരി ബിസിഫത്തിൻ വലാ തഫ്രീൻ. ഖൗലുഹു വഹിയ മാലം തഖ്തരി. ആ മുജറദ എന്ന് മുത്തലഖത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നാണ്, അത് അന്വരിച്ചിട്ടില്ല. ഐ വഹിയൽ ഇസ്തിആറത്തുല്ലത്തി ലം തഖ്തരിം ബി സിഫത്തിൻ, ഒരു സിഫത്തിനോട് അന്വരിച്ചിട്ടില്ല. ഐ ബി സിഫത്തിൻ തുലായിമു, യോജിക്കുന്ന സിഫത്തിനോട്. ഐ തുനാസിബു അഹദ തറഫൈനി, രണ്ടു തറഫിൽ നിന്ന് ഒന്നിനോട് യോജിക്കുന്ന സിഫത്തിനോട് അന്വരിച്ചിട്ടില്ല. അതുപോലെ തന്നെ വലാബി തഫ്രീഇ കലാമിൻ, ഒരു കലാമിനെ ഫർആക്കി കൊണ്ടുവരലിനോടും അന്വരിച്ചിട്ടില്ല. എങ്ങനത്തെ കലാമു? യുനാസിബു, ആ കലാമു യോജിക്കും. ഓ യുലായിമു, അത് യോജിക്കും തന്നെ. അഹദ തറഫൈനിയോട് യോജിക്കുന്ന ഒരു കലാമിനെ, മുസ്തആറു ലഹു മുസ്തആറു മിന്നു, രണ്ടാലൊന്നിനോട് യോജിക്കുന്ന ഒരു കലാമിനെ ഫർആക്കി കൊണ്ടുവരലിനോടും അന്വരിച്ചിട്ടില്ല. പിന്നെ വലാ ഇബ്റത്ത ബി വജൂദി സിഫത്തിൻ ഔ തഫ്രീഇൻ ഫിൽ കലാമി, കലാമില് ഇസ്തിആറത്തുള്ള കലാമില് ഒരു സിഫത്തോ തഫ്രീഓ മറ്റൊരു കലാമിനെ ഫർആക്കി കൊണ്ടുവരലോ ഉണ്ടാകലിനെ കണക്കിലെടുക്കൂല. എങ്ങനത്തെ സിഫത്തും തഫ്രീയും? ലാ യുലായിമു അഹദഹുമ, രണ്ടാലൊന്നിനോട് യോജിക്കാത്ത ഒരു തഫ്രീഇയായ കലാമോ അതുപോലെ വസ്ഫിയായ കലാമോ ഉണ്ടാകൽ ഇവിടെ ഇബറത്തില്ല. ഫഖൗലുഹു മിമ്മാ യുലായിമു ഇലാ ആഖിരി ബയാനിൻ ലികുല്ലി മിന സിഫത്തി വത്തഫ്രീഇന്റെ ബയാനാണ്. അപ്പോൾ ആ സിഫത്ത് തഫ്രീ എന്തിനാൽ? മിമ്മാ യുലായിമുൽ മുസ്തആറ ലഹു. ആ സിഫത്തും തഫ്രീയും ആരാവണം? മുസ്തആറു ലഹുവിനോടോ മുസ്തആറു മിന്നോനോടോ മുലായിമ, യോജിപ്പുള്ള ഒന്നിനാൽ. അപ്പൊ യോജിപ്പിൽ മുലായിമല്ലാത്ത, രണ്ടാലൊന്നിനോട് മുലായിമല്ലാത്ത സിഫത്തോ തഫ്രീയോ അതിവിടെ നോക്കപ്പെടൂല. അതുകൊണ്ട് ഇവിടെ കലാമിനെ വില കൽപ്പിക്കുകയില്ല. വൽ മുറാദു ലം തഖ്തരിം ബി സിഫത്തിൻ വലാ തഫ്രീഇൻ, ഇവിടെ മുറാദ് സിഫത്തിനോടോ തഫ്രീഇനോടോ അന്വരിച്ചിട്ടില്ല. ഹക്കീക്കത്തൻ ഔ ഹുക്കുമൻ, ഹക്കീക്കത്തിലും ഹുക്കുമിലും അന്വരിച്ചിട്ടില്ല എന്നർത്ഥം. പിന്നെ ഇനി വൽ ഫർഖു ബൈന സിഫത്തി വൽ തഫ്രീ, സിഫത്ത് തഫ്രീഇന്റെ ഇടയിലുള്ള ഫർക്ക്. അന്നൽ മുലായിമ ഇൻകാന മിൻ ബഖിയ്യത്തിൽ കലാമി, കലാമിന്റെ ബഖിയ്യത്തിൽപ്പെട്ടതാണെങ്കിൽ, അല്ലതി എങ്ങനത്തെ കലാമ് ഫീഹിൽ ഇസ്തിആറത്തു, അതിൽ ഇസ്തിആറത്തുണ്ട് എന്ന ഫവ സിഫത്തുൻ, അത് സിഫത്താണ്. വൈങ്കാന കലാമ മുസ്തഖില്ലൻ, ഈ മുലായിമ മുസ്തഖില്ല ഒരു കലാമാണ്. ജി അബിയാനെ കൊണ്ടുവന്നു ബാദ ദാലിക്കൽ കലാമില്ലതി ഫീഹിൽ ഇസ്തിആറത്തു, ഇസ്തിആറത്തുള്ള കലാമിന്റെ ശേഷം അതിനെ കൊണ്ടുവന്നു മബനിയൻ അലൈഹി, ഇസ്തിആറത്തുള്ള കലാമിന്റെ മേൽ എടുക്കപ്പെട്ടതായിട്ട്. ഏതുപോലെ കമാഫി ഖൗലിഹി തആല ഫമാ റബിഹത് തിജാറത്തുഹും ബഅദ ഖൗലിഹി ഉലൈകല്ലദീന ഇസ്തറഉ ദലാലത ബിൽ ഹുദാ. ദലാലത്തിനെ അവർ വാങ്ങി, ദലാലത്തിനെ തെരഞ്ഞെടുത്തു എന്നതിന്റെ സ്ഥാനത്ത് വാങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തറു ശറഇനോട് ഇഖ്തിയാറിനെ തശ്ബീഹാക്കിയിട്ട് ഇഖ്തിയാറിന് വേണ്ടി മുശബ്ബഹായ ഇഖ്തിയാറിന് വേണ്ടി മുശബ്ബഹ് ബി ആയ ശറാഇനെ എന്ത് ചെയ്തു? വായ്പ വാങ്ങി. ആ ശറായിൽ നിന്ന് ഇസ്തറു എന്നതിനെ ഇസ്തിഖാഖ് ചെയ്തു. അപ്പൊ ഇസ്തറവുൽ ദലാലത്ത എന്നുള്ളതുകൊണ്ട് ഇസ്തിആറത്ത് തബഇയ്യത്തുണ്ട്. അപ്പോൾ ഇത് മുസ്തആറ് മിൻഹു ആണല്ലോ. ഈ മുസ്തആറ് മിന്നുവിനോട് മുലായിമാണ്. ഫമാ റബിഹത് തിജാറത്തും, അപ്പൊ ഇസ്തിആറത്ത് മുറസ്സഹാണെന്ന് മനസ്സിലാവും. അപ്പൊ ഇസ്തറവുൽ ദലാലത്തിന്റെ മേൽ എടുക്കപ്പെട്ടതാണ് ഫമാ റബിഹത് തിജാറത്തു എന്നുള്ളത്. ഫഹുവ, അപ്പോൾ ഈ ഫമാ റബിഹത് തിജാറത്ത് തഫ്രീഉൻ, തഫ്രീ ആണ്. സവാങ്കാന ബി അർഫി തഫ്രീ ആവില്ല, അത് തഫ്രീന്റെ അർഫ് കൊണ്ടാവട്ടെ അല്ലാതെ ആവട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഫർആക്കി കൊണ്ടുവരിക, അതിനോടും മല്ലിച്ചിട്ടില്ല. ഈ സിഫത്തും തഫ്രീയും എന്താവണം? മുസ്തആറു ലഹു മുസ്തആറു മിൻഹു മുലായിമ ഉള്ളതാവണം. നെഹ്വു ഇന്ദി അസദുൻ, എൻ്റെ അടുക്കൽ അസദുണ്ട്. ഇവിടെ റജുലു സുജാഇയെ അസദിനോട് തശ്ബീഹാക്കി.
എന്നിട്ട് ഇവിടെ അസദിന്റെ മുലായിമോ റജുലുഷുജാഇന്റെ മുലായിമോ ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതെന്താണ്, മുത്തലക്കത്താണ്. വൽ മുറാദ് ബി സിഫത്തി, സിഫത്തുള്ള മുറാദ് അൽ മഅനവിയത്തു, മഅനവിയ സിഫത്താണ്. അല്ലത്തി എങ്ങനത്തെ മഅനവിയ സിഫത്തിയ മഅനൻ ഖായിമുൻ ബിൽ ഗൈരി, ഗൈറുൽ ഖായിമായ ഒരു മഅനയാണ്. ലന്നഅത്തു നഹ്വിയു, നഹ്വിയായ നഹ്ത്ത് മാത്രമല്ല, അവൻ നഹ്വിയായ നഹ്ത്തും ആവാം അല്ലാത്തതുമാവാം. അല്ലതി എങ്ങനത്തെ നഹ്വിയായ നഹ്ത്തു ഹുവ അഹദു തവാബി, തവാബിയിൽ നിന്നുള്ള ഒന്നാണ്, 5 താബികളിൽപ്പെട്ട ഒന്നാണല്ലോ ഏത്, നഹ്വിയായ നഹ്ത്ത്.